200ഓളം കോഴ്സുകളുമാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത്. ഇതിൽ +2 സ്റ്റുഡൻസ് ആയ നിങ്ങൾക്ക് അറിയാവുന്ന പരിചയപ്പെടേണ്ടിയ കുറച്ച് കാര്യങ്ങൾ, കോഴ്സുകൾ, യൂണിവേഴ്സിറ്റിയുടെ ഫീച്ചേഴ്സ്, ഫെസിലിറ്റീസ്, ഇതൊക്കെയാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് എടുത്ത് പറയേണ്ടത് ഈ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി, മൗലാന ആസാദ് ലൈബ്രറി, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ലൈബ്രറി. ഈ യൂണിവേഴ്സിറ്റി ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഏകദേശം 80ഓളം ഹോസ്റ്റലുകൾ ഇവിടെയുണ്ട്. നിരവധി സ്കോളർഷിപ്പ് പ്രോഗ്രാംസ്. അപ്പോൾ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ആശങ്ക ഉണ്ടാവേണ്ട. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ. അതുപോലെ NCC, NSS, റോബോ ക്ലബ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ജിംനേഷ്യം, പ്ലേസ്മെന്റ് ട്രെയിനിങ് സെന്റേഴ്സ്, ഈ വിധത്തിലുള്ള ഒരുപാട് ഫെസിലിറ്റീസ്. ജസ്റ്റ് ഫാക്കൽറ്റീസും അവ നൽകുന്ന കോഴ്സുകൾ ചെറിയ ഒരു ഓവർവ്യൂ ആണ് തരുന്നത്. ഈ നവംബറിൽ നടക്കുന്ന എൻട്രൻസ് എക്സാമിന്റെ പ്രോസ്പെക്ടസിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത ഒരു ഓവർവ്യൂ മാത്രമാണ്. ജസ്റ്റ് ഒന്ന് അറിയുക, കാണുക എന്തൊക്കെയാണ് അവിടെ നൽകുന്ന കോഴ്സുകൾ, അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ എലിജിബിലിറ്റി, ഒരു ജനറൽ പാറ്റേൺ മാത്രം ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഫാക്കൽറ്റി അഗ്രികൾച്ചറൽ സയൻസസ്, BSc ഓണേഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓണേഴ്സ് ഡിഗ്രി, അതുപോലെ BA ഓണേഴ്സ്, BSc ഓണേഴ്സ്. നിങ്ങൾക്കറിയാം ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സാധാരണ ഡിഗ്രിയെക്കാളും അറിവിന്റെ ലെവൽ വളരെ അധികം ആഴത്തിൽ നമ്മൾ പോകുന്നു. ഇനിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഒരു ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏത് ലെവലിലാണെങ്കിലും തീർച്ചയായിട്ടും അറിവ് തന്നെ മാനദണ്ഡം. മ്യൂസിക് സൗണ്ട് കൂടുതലും ടീച്ചറുടെ സൗണ്ട് കുറവാണ്. ഓക്കെ, സോറി. ഇപ്പൊ കേൾക്കാലോ സാറ്? ഹലോ, പറഞ്ഞോളൂ. ഓക്കെ. അഗ്രികൾച്ചറൽ സയൻസസിൽ BSc ഓണേഴ്സ് ഡിഗ്രി, ഹോം സയൻസ്, അഗ്രികൾച്ചർ. ഹോം സയൻസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ. അതുപോലെ അഗ്രികൾച്ചർ സെൽഫ് ഫിനാൻസിങ് ആണ്. അഗ്രികൾച്ചർ നമ്മൾ സാധാരണ ഡിഗ്രിക്ക് 3 വർഷം പറയുന്നെങ്കിൽ ഇതിന് 8 സെമസ്റ്റർ ഉണ്ടാവും, അതായത് 4 വർഷം. അതുപോലെ ആർട്സിൽ BA ഓണേഴ്സ് അറബിക്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ജിയോഗ്രഫി, ഹിന്ദി, ലിംഗ്വിസ്റ്റിക്സ്, പേർഷ്യൻ, ഫിലോസഫി, ഖുറാനിക് സ്റ്റഡീസ്, സാൻസ്ക്രിറ്റ്, ഉറുദു, BFA ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ്. അതുപോലെ കോമേഴ്സിൽ BCom ഓണേഴ്സ്, ഇന്റർനാഷണൽ സ്റ്റഡീസിൽ ഫോറിൻ ലാംഗ്വേജസ്, ചൈനീസ്, ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ, സ്പാനിഷ്. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, സാക്കിർ ഹുസൈൻ എഞ്ചിനീയറിംഗ് കോളേജിൽ BTech ആൻഡ് BR ഡിഗ്രീസ് ഉണ്ട്. ഇതിന് സ്വന്തമായിട്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, BTechനാണെങ്കിലും BRക്കിനാണെങ്കിലും. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ട്രേഡുകൾ കെമിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ്. പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് ഒരു റെയർ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഈ ഒരു പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രൊഫഷണൽ ലെവലിൽ അവർ ഡ്രോ ചെയ്യുന്ന സാലറി ഒന്ന് ചെക്ക് ചെയ്തോളൂ, നല്ലൊരു പ്രചോദനമാകും. എനിവേ, BBOC കോഴ്സുകൾ പ്രൊഡക്ഷൻ ടെക്നോളജി, പോളിമർ ആൻഡ് കോട്ടിംഗ് ടെക്നോളജി, ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഒക്കെ BBOC കോഴ്സുകളാണ്. അതുപോലെ ലോ ഫാക്കൽറ്റിയിൽ BA LLB, അത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ LLM-നുള്ള ഫെസിലിറ്റി ഉണ്ട്. ലൈഫ് സയൻസസിൽ BSc ഓണേഴ്സ് ബയോകെമിസ്ട്രി, ബോട്ടണി, സുവോളജി. മെഡിസിൻ ഫാക്കൽറ്റിയിൽ MBBS, BDS, ബാച്ചലർ ഓഫ് റേഡിയേഷൻ തെറാപ്പി, BUMS, യുനാനി മെഡിസിൻ, ഇത്രയും കോഴ്സസ് അവൈലബിൾ ആണ്. ഇതിൽ MBBS, BDS ഒക്കെ നീറ്റ് എക്സാമിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടക്കുക. തിയോളജി ഉണ്ട്. തിയോളജി ഫാക്കൽറ്റിയിൽ സുന്നീഷിയ തിയോളജിയിൽ BA ഓണേഴ്സ്. അതുപോലെ സയൻസ് ഫാക്കൽറ്റിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ജിയോഗ്രഫി, ജിയോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. സോഷ്യൽ സയൻസസിൽ എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, ജിയോഗ്രഫി, ഹിസ്റ്ററി, ഇസ്ലാമിക് സ്റ്റഡീസ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, വിമൻ സ്റ്റഡീസ്. സോഷ്യൽ വർക്ക് BSW, MSW, ഇന്റർനാഷണൽ ലെവലിൽ വരെ വളരെ പോപ്പുലർ ആയിട്ട് ജോലി സാധ്യതയുള്ള കോഴ്സുകൾ. ലൈഫ് സയൻസസ് BSc ഓണേഴ്സ് ബയോകെമിസ്ട്രി. ഹലോ ടീച്ചർ, സൗണ്ട് പോയല്ലോ. ഹലോ, ഓഡിയോ പോയല്ലോ. ഹലോ ഇപ്പൊ ഓക്കെയാണ് ടീച്ചറെ. ഇബ്രാഹിം സാറേ ഇപ്പൊ കേൾക്കുന്നുണ്ട്? കേൾക്കുന്നില്ല? ഹലോ, ഉണ്ട്. പറഞ്ഞോ. ഇബ്രാഹിം സാറിന് ഓഡിയോ പ്രശ്നമായി. കേൾക്കുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യട്ടെ? ഡിപ്ലോമ കോഴ്സുകൾ ഞാനിപ്പോൾ പറഞ്ഞത് ഗ്രാജുവേറ്റ് കോഴ്സസ് ആണ്. അടുത്തത് ഡിപ്ലോമ കോഴ്സുകളും അവിടെ അവൈലബിൾ ആണ്. ഡിപ്ലോമ കോഴ്സസിലേക്ക് എഞ്ചിനീയറിംഗിൽ സിവിൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ,
electronics, IT, interior Amit design, sir. leather and footwear. Amit sir. Hello. Oh, sorry. Hello, sir. Hello. Hello. Okay, Miss. Hello. ഇബ്രാഹിം സാറേ നിങ്ങളുടെ ഓഡിയോ പ്രശ്നമാണ്. ടീച്ചർ ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ? ഇബ്രാഹിം സാറിന്റെ ഓഡിയോ പ്രശ്നമാണ്. കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. കോസ്റ്റ്യൂം ഡിസൈൻ ആൻഡ് ഫാഷൻ ടെക്നോളജി സെക്രട്ടറിയൽ പ്രാക്ടീസ് 4 സെമസ്റ്റർ ആണ് ഈ 2 കോഴ്സുകൾ. അതേസമയം ഡിപ്ലോമാസ് എഞ്ചിനീയറിംഗിൽ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സുകളൊക്കെ 6 സെമസ്റ്റർ ആണ്. അതുപോലെ മെഡിസിനിൽ ഡിപ്ലോമ ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി, പാരാമെഡിക്കൽ കോഴ്സസ്, ഒപ്റ്റോമെട്രി, മെഡിക്കൽ ലാബ് ടെക്നോളജി, ഡയാലിസിസ്, റേഡിയോളജി, ഫിസിയോതെറാപ്പി, ഇങ്ങനെ അനവധി പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസ് അവൈലബിൾ ആണ്. അതുപോലെ സ്കൂൾസ് വിവിധ രീതിയിലുള്ള കിൻഡർ ഗാർഡൻ ടു സീനിയർ സെക്കൻഡറി ഈ ലെവലിലുള്ള സ്കൂൾസ് അവൈലബിൾ ആണ്. അതുപോലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നല്ല നിലവാരം തന്നെ പുലർത്തുന്ന സ്പെഷ്യൽ സ്കൂളുകളും അവൈലബിൾ ആണ്. എന്തിനാണ് +2 സ്റ്റുഡൻസിന് സ്കൂൾസിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ ഏതൊരു കോഴ്സിനുമുള്ള എൻട്രൻസ് എക്സാമിന് അറിയുക 50% സീറ്റ്സും ഇന്റേണൽ കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആണ്. ഇന്റേണൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ മിനിമം അവിടെ 3 വർഷം പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ്. ഇത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ളവർക്കോ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ട്. അതുപോലെ നിങ്ങൾ ഇവിടെ ഒരു ഗ്രാജുവേഷൻ ചെയ്യുവാണെങ്കിൽ ഹയർ ലെവൽ സ്റ്റഡീസിനും ഇത് പ്രയോജനപ്പെടും. ഇന്റേണൽ കാൻഡിഡേറ്റ്സ് അഥവാ അവിടെ പഠിച്ച കുട്ടികൾക്ക് പ്രിഫറൻസ് ഉണ്ട്. ഇനി ഈ കോഴ്സുകളിലൊക്കെ പ്രധാനമായിട്ടും അല്ലെങ്കിൽ മോസ്റ്റ്ലി കണ്ടുവരുന്ന ഒരു എക്സാം പാറ്റേൺ എലിജിബിലിറ്റി ഒരു 50 മുതൽ 55% അഗ്രിഗേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ചില കേസിലൊക്കെ 40% ഡിപ്ലോമയ്ക്കൊക്കെ 40-45% ഒക്കെ പറയുന്നുണ്ട്. എന്നാലും അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷും പിന്നെ 3 സബ്ജക്ട്സും ചേർന്നിട്ടുള്ളതാണ് പറയുക. ഇതിൽ 55% എന്ന് പറയുന്നത് ഈ വർഷത്തേതാണ്. അത് കാര്യമാക്കണ്ട, നമ്മളെ കൊണ്ട് പറ്റുന്നത്, നമ്മളുടെ മാക്സിമം റിസോഴ്സുകൾ വെച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി എഫേർട്ട് ഇടുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എക്സാം പാറ്റേണിലേക്ക് വരുവാണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും 2 മണിക്കൂർ. ഞാൻ ഇവിടെ സ്റ്റാർ ഇട്ടത് എന്താ വെച്ചാൽ, പല എക്സാംസ് ബിടെക്കിനൊക്കെ ആണെങ്കിൽ 150 മാർക്സിൻ്റെതാണ്. അതുപോലെ ഡ്യൂറേഷൻ 3 hours ഒക്കെ വരും, ഡിപ്പെൻസ്. അപ്പോൾ പൊതുവെ കാണുന്ന ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ഇംഗ്ലീഷ് ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അതിലൊരു 100 മാർക്കിൽ ഒരു 20-25 മാർക്കിനൊക്കെ ഇംഗ്ലീഷിൽ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സബ്ജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. BSc ഡിഗ്രി ഒക്കെ ആണെങ്കിൽ സബ്ജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ജനറൽ സബ്ജക്ട്സിന് റീസണിംഗ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി, അതുപോലെ ജനറൽ അവയർനെസ് ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ റീസണിംഗ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റിയിൽ വരുന്ന വിഭാഗങ്ങളാണ് ക്രിട്ടിക്കൽ, അനലിറ്റിക്കൽ, വെർബൽ, ലോജിക്കൽ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ഈ വാക്കുകളൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട. നമ്മൾ ഇതിനകത്ത് ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നമ്മൾ തരുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ GK, കറന്റ് അഫയേഴ്സ് എല്ലാം അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ എക്കോണമി, വേൾഡ് ഓർഗനൈസേഷൻസ്, ഇന്ത്യൻ ആൻഡ് വേൾഡ് ജിയോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ സയൻസ്, ടെക്നോളജി, സ്പോർട്സ്, അവാർഡ്സ്, കോർപ്പറേറ്റ് അഫയേഴ്സ്, വാട്ട് നോട്ട്, എന്തും ഏതും. പത്രം ഒന്ന് വായിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും വായിച്ചു തുടങ്ങുക. നല്ല മാഗസിൻസ് ഒക്കെ ശീലമാക്കുക. ഇനി ഈ സർവകലാശാലയിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായ ചിലരെ കാണുക. ഡോക്ടർ ജാക്കിർ ഹുസൈൻ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുപോലെ വിവിധ കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഗവർണർ ബഹുമാനപ്പെട്ട ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്നറിയുന്നു. ഇവിടെ ഒരു സ്പേസ് കണ്ടോ, ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ചിത്രവും വരായികയില്ല. അപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് ഞാൻ ഒരുപാട് ഡിലേ വരുത്തുന്നില്ല. ഈ ഒരു യൂണിവേഴ്സിറ്റി ഒന്ന് നേരിൽ കാണാനുള്ള അറേഞ്ച്മെന്റ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ടൂർ കൊണ്ടുപോകാനായിട്ട് ഏറ്റവും നല്ല വ്യക്തി നമ്മുടെ ഇടയിൽ തന്നെ അതേ സർവകലാശാലയിൽ പഠിച്ചിറങ്ങിയ ശ്രീ അബ്ദുൽ ഹമീദ് സാറാണ്. എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കേട്ട് കേൾവിയുള്ളൂ, പക്ഷെ യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി ഒന്ന് കാണാനും പരിചയപ്പെടുത്താനുമായിട്ട് ശ്രീ അബ്ദുൽ ഹമീദ് സാറിനെ ഞാൻ ക്ഷണിക്കുക. സർ, അബ്ദുൽ ഹമീദ് സർ, പ്ലീസ് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. ഹലോ, ഒഡിബിൾ ആണല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്തായാലും ഇത്തിരി ലേറ്റ് ആയിട്ട് തുടങ്ങിയത്.
നമുക്ക് നേരെ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ ഒരു വെർച്വൽ ടൂറാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നമുക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളെല്ലാം മിസ് പറഞ്ഞിട്ടുണ്ട്, ജെസ്സി മിസ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം നമ്മളോട് ജോയിൻ ചെയ്യാനുള്ള നമ്മുടെ സ്റ്റുഡൻസും അവിടെ നമ്മുടെ റൂമിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജസ്റ്റ് നമുക്ക് പെട്ടെന്നൊന്ന് ക്യാമ്പസിലൂടെ ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം. ചെറിയൊരു ശ്രമമാണ് ജില്ലാ കരിയർ ഗൈഡൻസ് യൂണിറ്റിന്, ചെറിയൊരു എളിയ ശ്രമമാണ് നിങ്ങളെ ഇത്തരത്തിലുള്ള ക്യാമ്പസുകളൊക്കെ ഒന്ന് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട്. സോ നമുക്കൊന്ന് തുടങ്ങാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടാവുന്നിരുന്നു. ഓക്കെ ആണോ? കാണുന്നുണ്ടല്ലോ അല്ലെ? ഹലോ സർ. സ്റ്റാർട്ട് ചെയ്തില്ല. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ടാവുന്നിരുന്നു. ഉണ്ടോ? അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മുടെ ഗൂഗിൾ ചെയ്തു. അങ്ങനെ നമ്മൾ ആ ഒരു ലൊക്കേഷനൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്തു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വെർച്വൽ ടൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ക്യാമ്പസ് ആണ്. അരികിൽ റെയിൽവേ സ്റ്റേഷൻ. ഈ ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കുന്നതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് പറയാം. നമ്മുടെ കേരളത്തെ എന്തുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്നു എന്നുള്ള ഈ ചിത്രങ്ങൾ കൂടെ നിങ്ങളോട് പറയും. യൂണിവേഴ്സിറ്റി സർക്കിൾ ആണിത്. നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഭാഗമാണ്. ഇത് അലിഗഡ് ടൗൺ യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില കാഴ്ചകളാണ്. ഇതും കൂടെ നമ്മൾ കണ്ടിരിക്കണം ക്യാമ്പസിനാകും. പ്ലസ് അതിന്റെ പുറം കൂടെ നമ്മൾ കണ്ടിരിക്കണം. ആ ഒരു വ്യത്യാസം കൂടെ നമ്മൾ മനസ്സിലാക്കണം. നിറയെ ഷോപ്പുകളാണ്. ഇനി നേരെ നമ്മൾ ക്യാമ്പസിലേക്ക് പോവുകയാണ്. ചില ആകാശ കാഴ്ചകളാണ് കാണുന്നത്. പതിയെ ക്യാമ്പസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അലിഗഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്തു വേണം അങ്ങോട്ട് എത്താൻ. സൈക്കിൾ റിക്ഷയും മറ്റൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിരിക്കുന്ന വെഹിക്കിൾസ്. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക കാര്യാലയങ്ങളാണ്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ഗേറ്റ്, മെയിൻ ഗേറ്റ്, ബാബായ് സയ്യിദ് എന്ന് അറിയപ്പെടുന്ന. ഇപ്പൊ ഇതിൽ ചെറിയ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ നടക്കുന്നുണ്ട്. നേരത്തെ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതിന്റെ പേരിൽ നമ്മൾ മെയിൻ ക്യാമ്പസിലേക്ക് കടന്നു. മെയിൻ ക്യാമ്പസിലെ പ്രധാന റോഡാണിത്. റോഡിന്റെ ഇരുവശത്തായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒത്തിരി ബിൽഡിങ്ങുകൾ, അതായത് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസ് ആയിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളാണ്. ആദ്യം തന്നെ നമ്മുടെ ഇടത് സൈഡിൽ കാണുന്നത്, നമ്മുടെ ഇടത് സൈഡിൽ വരുന്നതാണ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസ്. നമുക്ക് അങ്ങോട്ട് എത്താം. ഫോറിൻ ഗസ്റ്റുകളും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഗസ്റ്റ് ഹൗസിലാണ് അവർ താമസിക്കുക. ഗസ്റ്റ് ഹൗസ് നമ്പർ 212. അവിടെ വളരെ സൗകര്യമുള്ള, വിപുലമായ സൗകര്യമുള്ള ഗസ്റ്റ് ഹൗസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമ്മൾ നേരെ നമ്മുടെ മെയിൻ റോഡിലൂടെ മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്യാമ്പസിന്റെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരിടത്തേക്കാണ് എത്തുന്നത്. ഇതിന്റെ 2 സൈഡിലായിട്ട് ഒത്തിരി ഔദ്യോഗിക കാര്യാലയങ്ങളും മറ്റും എല്ലാം ഉണ്ട്. ഇടക്ക് സൈഡിലേക്ക് പോക്കറ്റ് റോഡൊക്കെ ഉണ്ട്. ആ പോക്കറ്റ് റോഡ് മറ്റു റോഡുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിലും മറ്റൊക്കെ എത്താം. എന്തായാലും നമ്മളിപ്പോ മെയിൻ റോഡിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിന്റെ ഇരു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം, കെട്ടിടങ്ങളെ കാണാം. വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. ഒപ്പം സൈക്കിൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ അധികം കാണാത്തൊരു കാഴ്ചയാണ്. കൂടെ സൈക്കിൾ റിക്ഷയും. നമ്മുടെ ഇടത് സൈഡിൽ കാണുന്നത് VC-യുടെ ഔദ്യോഗിക വസതിയാണ്. അതുപോലെ തന്നെ വലത് സൈഡിൽ കാണുന്നത് രജിസ്ട്രാറുടെ വസതിയാണ്. അവിടെ ഒരു സെക്യൂരിറ്റി ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ ആ കാഴ്ചകളെ കണ്ടു. നിൽക്കുന്ന വലത് സൈഡിൽ. ഇനി നമ്മുടെ പ്രധാന ഭാഗമായിട്ടുള്ള ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ആസാദ് ലൈബ്രറി ഒക്കെ മിസ് നേരത്തെ പരിചയപ്പെടുത്തി. മൗലാന ആസാദ് ലൈബ്രറി, അലിഗറിൻസ് വളരെ ബഹുമാനപൂർവ്വം മാൽ എന്ന് വിളിക്കുന്ന മൗലാന ആസാദ് ലൈബ്രറി ആണ് ഈ കാണുന്നത്. ഈ വലിയൊരു കെട്ടിടം, ഏതാണ്ട് 13 ലക്ഷത്തോളം ബുക്ക്, ഏഷ്യയിലെ നമ്പർ 1 ലൈബ്രറി. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ആസാദ് ലൈബ്രറിയുടെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം നമുക്ക്. ഇതാണ് ആസാദ് ലൈബ്രറി. ഏതാണ്ട് 9 നിലകളിലായിട്ടാണ് ഇവിടെ ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൌൺ ആണ്, അടഞ്ഞു കിടക്കുകയാണ്. എന്നാലും നമ്മളൊരു വെർച്വൽ ടൂറിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിനകത്ത് കയറാം. അപ്പോ ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. വളരെ പ്രൗഢിയോട് കൂടി തന്നെ കാണാൻ പറ്റും നമുക്കത്. ഇനി നമ്മൾ അതിന്റെ അകത്തേക്ക് കയറി. ഇവിടെ കാറ്റലോഗും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് ബ്രൗസ് ചെയ്ത് കാറ്റലോഗൊക്കെ യൂസ് ചെയ്ത് ബുക്സ് ഒക്കെ റെഫർ ചെയ്യാൻ എടുക്കാം. ഈ ലൈബ്രറിയുടെ മറ്റൊരു പ്രത്യേകത, നമ്മൾ അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് PG സെഷൻ എന്ന് പറയുന്നത്. PG വിദ്യാർത്ഥികളും അതുപോലെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വായിക്കാനിരിക്കുന്ന ഭാഗമാണ്. ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. രാവിലെ 8 മണി മുതൽ രാത്രി 2 മണി വരെ എന്ന് പറഞ്ഞ 6 മണിക്കൂർ ഉറങ്ങാനുള്ള സമയം ഒഴിച്ച് ബാക്കിയെല്ലാം ലൈബ്രറി വർക്ക് ചെയ്യും. വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് ഏതാണ്ട് 2000-ഓളം വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ഇരുന്ന് റെഫർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരേ സമയം ഇരുന്ന് റെഫർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്.
ഇതും ലൈബ്രറിയുടെ മറ്റൊരു ഏരിയ ആണ്. ഇവിടെയാണ് ഡിഗ്രി വിദ്യാർത്ഥികളൊക്കെ സാധാരണയിൽ റെഫർ ചെയ്യാനൊക്കെ ഇരിക്കുന്നത്. ബുക്സ് എല്ലാം അവൈലബിൾ ആണ്. ഈ സമയത്ത് റെഫറൻസ് ബുക്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതും മറ്റൊരു ഹാളാണ്, റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. ഈ പറയുന്ന പോലെ രാവിലെ 8 മണി മുതൽ രാത്രി 2 മണി വരെ ഇരുന്ന് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇരുന്ന് വായിക്കാൻ പറ്റുന്ന ഏരിയയാണിത്. ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. മറ്റെല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ കഴിഞ്ഞ് പോകുമ്പോൾ ഇത് ലൈബ്രറിയുടെ അപ്സ്റ്റെയറിലേക്ക് കയറി പോകണം. അവിടെ ഒരു മ്യൂസിയം, അതുപോലെ മലയാളം എല്ലാ പത്രങ്ങളും അവൈലബിൾ ആണ്, പ്ലസ് മലയാളം പത്രങ്ങൾ അടക്കം അവൈലബിൾ ആണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒപ്പം അതോടുകൂടി തന്നെ ഈ ഏരിയയിലാണ് നമ്മുടെ പത്രങ്ങളൊക്കെ അവൈലബിൾ ആവുന്നത്. ഇവിടെ തന്നെ റിസർച്ച് സ്കോളേഴ്സിനൊക്കെ നെറ്റൊക്കെ റെഫർ ചെയ്യാൻ, അതുപോലെ തന്നെ അവരുടെ ഔദ്യോഗിക ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പതിയെ നമുക്ക് ക്യാമ്പസിന് പുറത്തേക്ക് വരാം. നമ്മുടെ ലൈബ്രറിക്ക് പുറത്തേക്ക് വരാം. ഇതൊക്കെ ലൈബ്രറിയുടെ കയറി വരുന്ന എൻട്രൻസിലെ കാഴ്ചകളാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വളരെ വിശാലമായ പുൽത്തകിടിയൊക്കെ ഉണ്ട്. വായിക്കുന്നതിനിടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഇത് നമ്മുടെ ലൈബ്രറിയുടെ ബാക്കിൽ ഇരിക്കുന്ന ക്യാൻറ്റീൻ ആണ്. ആവശ്യമുള്ള സമയത്ത് ഒന്ന് ചായയൊക്കെ കുടിക്കാൻ. നമ്മൾ എന്തായാലും നമ്മുടെ യാത്ര ഇവിടെ തുടരുകയാണ്. നേരത്തെ നിർത്തിയോട് തന്നെ തുടരുന്നു. അഗൈൻ ഡിപ്പാർട്ട്മെന്റുകളെ കാണാം. നമ്മുടെ വലത് സൈഡിൽ കാണുന്നത് ജിയോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇടത് സൈഡിൽ ഹോസ്റ്റലാണ്. പിന്നീട് നമ്മൾ അങ്ങോട്ട് എത്തും. കൂടെ വലത് സൈഡിൽ നമുക്ക് വിശാലമായ കളിസ്ഥലങ്ങൾ കാണാം. വ്യത്യസ്തമായിട്ടുള്ള സ്പോർട്സ് ഗെയിംസ് ഇനങ്ങൾക്കുള്ള ഒത്തിരി സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ കാഴ്ചകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കേറ്റിംഗ്, സ്വിമ്മിംഗ് പൂൾ, ഇൻഡോർ സ്റ്റേഡിയം, അങ്ങനെ ഒത്തിരി ഏതെല്ലാം സ്പോർട്സ് ഇനങ്ങൾ ഉണ്ടോ അതിൽ ഓൾമോസ്റ്റ് എല്ലാം അവൈലബിൾ ആണെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ കാണുന്ന വളരെ വിശാലമായ ഏരിയ മുഴുവൻ വലത് സൈഡിൽ കാണുന്ന, ഇനി അങ്ങോട്ട് ഇടത് സൈഡിലും കാണുന്ന ഒത്തിരി പവലിയനൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. എന്റെ സ്ക്രീന് കാണുന്നുണ്ടാവുമായിരുന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കേറ്റിംഗ് ഗ്രൗണ്ട് ഒക്കെ കാണാം. കുട്ടികൾ അവിടെ സ്കേറ്റിംഗ് ചെയ്യുന്നത് കാണാൻ പറ്റും. സ്കേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇടത് സൈഡില് ജസ്റ്റ് കാണുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ നേരെ നമ്മുടെ ക്യാമ്പസിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നേരെ മുമ്പിൽ കാണുന്ന ആർട്സ് ഫാക്കൽറ്റി ആണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകണം. ആർട്സ് ഫാക്കൽറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മുമ്പേ സ്പോർട്സ് ഫെസിലിറ്റീസ് ഒന്നുകൂടെ കാണാം. വളരെ പ്രധാനപ്പെട്ട ചില പവലിയനൊക്കെയാണ് ഇത്. ഇത്തരത്തിലുള്ള ഒത്തിരി സൗകര്യങ്ങൾ ആ ക്യാമ്പസിനകത്തുണ്ട്, കാണുന്നുണ്ടായിരിക്കും. പ്രധാനപ്പെട്ട ചില നമുക്ക് സ്പോർട്സിന് ഗെയിംസിനൊക്കെ ഉപയോഗിക്കുന്ന ഏരിയകളാണ്. ആ മസ്ജിദിന്റെ കാര്യം നമുക്ക് വരാം. ക്യാമ്പസിനകത്തുള്ള പ്രധാന മസ്ജിദാണ്. അങ്ങോട്ട് പിന്നീട് നമുക്ക് വരാം. ഏതാണ്ട് ഒറ്റയടി കണ്ട ഡൽഹി ജുമാ മസ്ജിദ് ആണെന്ന് തോന്നുന്നു. ഇതാണ് ആർട്സ് ഫാക്കൽറ്റി. ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 3 നിലയിലായിട്ട് അതിവിശാലമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ്. ഒത്തിരി ആർട്സ് ഡിപ്പാർട്ട്മെന്റുകൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോടെ ഒന്ന് പോയിട്ട് നമ്മുടെ അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. കാണുന്നുണ്ടാവുമായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, നിങ്ങൾക്ക് ഒത്തിരി കാഴ്ചകൾ ക്യാമ്പസിനകത്ത് കാണാൻ പറ്റും. ഇത് നേരത്തെ മിസ് പരിചയപ്പെടുന്ന തിയോളജി, മതപഠനമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. തിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഒപ്പം അതൊരു മസ്ജിദും കൂടെയാണ്. ഇതാണ് സ്റ്റുഡന്റ് യൂണിയൻ ബിൽഡിംഗ്. ഇവിടുത്തെ യൂണിയൻ പ്രതിനിധി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഇത് ക്യാൻറ്റീൻ ആണ്, യൂണിവേഴ്സിറ്റി ക്യാൻറ്റീൻ. ഇത് ജസ്റ്റ് ഒരു ഹോസ്റ്റൽ ഞാനൊന്ന് കാണിക്കുകയാണ്. ജസ്റ്റ് ഒരു ഹോസ്റ്റൽ. അലിഗഡിലെ പ്രത്യേകത ഫുള്ളി റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. ഏതാണ്ട് 80ഓളം ഹോസ്റ്റലുകൾ ഉണ്ട്. ഒരൊറ്റ ഹോസ്റ്റൽ കോമ്പൗണ്ട് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. 6ഓ 7ഓ ഹോസ്റ്റൽ കൂടിയാൽ അതിനെ ഹോൾ എന്നാണ് പറയാം. ഹോളാണ്. വ്യത്യസ്ത ഹാളുകളായിട്ടാണ്. ഹാളിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ലൈബ്രറി, റീഡിംഗ് റൂം, കോമൺ സെന്റർ, മറ്റേ മെസ്സ്, സ്പോർട്സ് ആൻഡ് ഗെയിംസിന് പറ്റുന്ന ഏരിയ, ഇതെല്ലാം ഇത്തരം ഹാളുകളിനകത്ത് അവൈലബിൾ ആണ്. ഇത് അത്തരത്തിലുള്ള മുംതാസ് അല്ലെങ്കിൽ മുംതാസ് മഹൽ എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലാണ്. സൗകര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി കണ്ടോളാം. മുംതാസ് ഹൗസ് എന്നാണ് ഇതിനെ വിളിക്കുക. എല്ലാത്തിനും ഓരോ പേരുണ്ട് കേട്ടോ. എല്ലാം ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഈ ഒരു സമയത്ത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ഒക്കെ ആകുമ്പോൾ നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞ് വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറും. അലിഗഡ് ക്യാമ്പസിന്റെ അല്ലെങ്കിൽ അലിഗഡ് ആ ഒരു ഏരിയയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. എക്സ്ട്രീം തണുപ്പാണെങ്കിൽ തണുപ്പ്, ചൂടാണെങ്കിൽ നല്ല ചൂട്. ഇതാണ് അവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഹോസ്റ്റൽ കാഴ്ചകളൊക്കെ വിട്ട് നെക്സ്റ്റ് നമുക്ക് ഈ കാഴ്ചകൾ ഹോസ്റ്റൽ, ജസ്റ്റ് ഒരു ഹോസ്റ്റൽ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. കാഴ്ച
ഒറ്റ സ്റ്റോറിയുടെ ഉള്ളൂ കേട്ടോ, ഒറ്റ നിലയിലെ ഹോസ്റ്റലുകളാണ് ഒട്ടുമിക്കതും. ഓക്കെ, നമുക്ക് പുറത്ത് കിടക്കാം. ഇതും വേറൊരു ഹോസ്റ്റലാണ്, അതിന്റെ ചില സ്കൈ വ്യൂ ആണ്. വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ക്യാമ്പസ് കാണുന്നുണ്ടാവും. എല്ലാ ഹോസ്റ്റലും ഇതുപോലെയുള്ള പുൽത്തകിടി ഉണ്ടാവും. അത് തന്നെയാണ് വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനും ഒഴിഞ്ഞിരിക്കാനും, കാരണം ഫുള്ളി റെസിഡൻഷ്യൽ ആണല്ലോ. ഇതാണ് പ്രധാന ഓഡിറ്റോറിയം, കെന്നഡി ഓഡിറ്റോറിയം, അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ സ്മരണാർത്ഥം. യെസ്, അതിന്റെ സൈഡിലൂടെ നേരത്തെ നമ്മൾ നിർത്തിയോടുന്ന സൈഡിലൂടെ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ വലത് സൈഡിൽ കാണാം. വലത് സൈഡിലാണ് കെന്നഡി ഓഡിറ്റോറിയം. അതുപോലെ തന്നെ അവിടുത്തെ GEC ജനറൽ എഡ്യൂക്കേഷൻ സെന്റർ എന്ന് പറയും. ഒത്തിരി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്ന ഈ സെന്ററിലാണ്. ആ ഭാഗത്ത് തന്നെയാണ് വളരെ ഫേമസ് ആയ ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി മ്യൂസിയം, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിയോളജി ഉള്ളത് ഈ ഭാഗത്ത് തന്നെയാണ്. യെസ്, നമുക്ക് പോകാം. കെന്നഡി ഓഡിറ്റോറിയം സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഒത്തിരി ഫംഗ്ഷൻസ് നടക്കാറുണ്ട്. യെസ്, ഇത് അവിടെ നടക്കുന്ന ഒരു ഫംഗ്ഷൻ ഒരു ഗസ്റ്റിനെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നതാണ്. ആ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക സംവിധാനങ്ങളാണ് ഇതെല്ലാം. അന്നത്തെ 2 വർഷം മുമ്പ് 2018 അന്നത്തെ UGC ചെയർമാനും അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും കൂടെ അവരെ ഔദ്യോഗിക ഗസ്റ്റിനെ നമ്മളൊരു സ്വീകരിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. മൗലാന ആസാദ് ലൈബ്രറിയുടെ മുമ്പിലൂടെ കെന്നഡി ഓഡിറ്റോറിയത്തിലേക്കാണ്. കെന്നഡി ഓഡിറ്റോറിയത്തിലെ കാഴ്ചകൾ നമ്മൾ പിന്നീട് വരുന്നുണ്ട്. എന്നാലും ജസ്റ്റ് അവിടെ രാത്രി ഒരു പ്രോഗ്രാം നടന്നതിന്റെ കാഴ്ചയാണിത്. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. യെസ്, ഇനി നമ്മള് നേരെ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയം യെസ് ഈ കാഴ്ചകളൊന്ന് കണ്ടോളാം. ജസ്റ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളിലൂടെ ചെറിയൊരു എത്തിനോട്ടം. ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് നമുക്ക് പോയി നോക്കാം. ഇതൊക്കെ യൂണിവേഴ്സിറ്റി ഔദ്യോഗിക ബിൽഡിങ്ങുകളാണ്. ഇവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയകളാണ്. ജസ്റ്റ് കാണുന്നുണ്ടാവും ബയോ കെമിസ്ട്രി. ഒരു സൈക്കിൾകാരൻ റിക്ഷ ഓടിച്ചുകൊണ്ട് പോകുന്നതാണിത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോ കെമിസ്ട്രി. ഇവിടെ പല കെട്ടിടങ്ങളും യുനെസ്കോയുടെ പൈതൃക സ്വത്തിൽ പട്ടികയിൽ ഉൾപ്പെടുന്ന കെട്ടിടങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ക്യാമ്പസിന്റെ ഒരു അല്ലെങ്കിൽ ക്യാമ്പസിനോട് അടുത്തുള്ള കുറച്ചുള്ള ആകാശ കാഴ്ചകളാണ്. നമുക്ക് വീണ്ടും ക്യാമ്പസിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാം. ഇതൊക്കെ ക്യാമ്പസിന്റെ ഭാഗമാണ്. അവിടെ നടക്കുന്ന ചില പ്രോഗ്രാംസ് ഒക്കെയാണ്. സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ ആണല്ലോ? ഹലോ സർ, കാണുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, കാണുന്നുണ്ടല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ വീണ്ടും ക്യാമ്പസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കാണാം റോഡിന് ഇരുവശമായിട്ട്. ഇതൊക്കെ റബ്ബറൈസ്ഡ് റോഡാണ് കേട്ടോ. ഒരു ക്യാമ്പസിനകത്തൂടെയുള്ള റോഡാണ് ഇതെല്ലാം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് സർ സയ്യിദ് ഹൗസ്. സർ സയ്യിദ് ഹൗസ് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 17-ന്. വളരെ ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാം ഒക്കെ നടക്കാറുണ്ട് അവിടെ. അവിടെ ഒരു മ്യൂസിയം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നേരത്തെ കണ്ട മസ്ജിദിന്റെ ഭാഗം തന്നെയാണ്. അതിന്റെ ഒരു സൈഡാണ് ഇവിടുത്തെ സെൻട്രൽ മസ്ജിദ് എന്ന് പറയാം. ഏതാണ്ട് ഡൽഹി ജുമാ മസ്ജിദിനെ പോലെ തോന്നിക്കുന്ന അത്തരത്തിലുള്ള മസ്ജിദ്. ഇത് സർ സയ്യിദ് ഹൗസിന്റെ മറ്റൊരു ഭാഗം. യെസ്, ഇനി നമുക്ക് വീണ്ടും ക്യാമ്പസ് കാഴ്ചകളിലൂടെ തന്നെ പോവാം. ഇവിടേക്ക് ഒന്ന് കണ്ട് യെസ് ഇവിടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. യെസ്, ആ ഹൗസിന്റെ ഹിസ്റ്ററി അവിടെ ഉണ്ട്. പബ്ലിക്കേഷൻ ഡിവിഷനും ഇനി അവിടെ നേരത്തെ റാങ്കിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. വീക്കിന്റെയും ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ അവരുടെയൊക്കെ റാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് കണ്ടോളാം. ഇന്ത്യ ടുഡേയുടെയും അതുപോലെ തന്നെ നിർഫ് റാങ്കിങ്ങിലാണെങ്കിലും MHRD റാങ്കിങ്ങിലാണെങ്കിലും ഒക്കെ വളരെയധികം മുമ്പിൽ നിൽക്കുന്ന സ്ഥാപനമാണ്. NAAC അക്രഡിറ്റേഷൻ എ ഗ്രേഡോട് കൂടിയിട്ട് വയ്ക്കുന്ന സ്ഥാപനം. യെസ്, പഠനം മാത്രമല്ല സാമൂഹിക വിഷയങ്ങൾ വരുമ്പോൾ അതിൽ പ്രതികരിക്കാനും തയ്യാറായിട്ടുള്ള ഒരു വിദ്യാർത്ഥി കൂട്ടമാണ് നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ കാണാൻ പറ്റുക. ആവശ്യമായിട്ട് വരുന്ന ഘട്ടങ്ങളിൽ അവർ പുറത്തിറങ്ങി ഇത്തരം കാര്യങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കും. ഇതൊരു ഹോസ്റ്റൽ കാഴ്ചയാണ്. വളരെ പ്രശസ്തമായ സ്ട്രാച്ചി ഹാൾ. ഇപ്പൊ അത് ഹോസ്റ്റലായിട്ടാണ് നിൽക്കുന്നത്. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഹോസ്റ്റലിനോടനുബന്ധിച്ചുള്ള ഭാഗമാണ്. യെസ്, ബിൽഡിങ്ങിനൊക്കെ മുകളിൽ തന്നെ സോളാർ പാനലിനെ കാണാൻ പറ്റുന്നുണ്ടാവും. അത്തരത്തിലുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും അത്തരത്തിലുള്ള എല്ലാ എനർജി കൺസർവേഷനെ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ ഫേമസ് ആയ വിക്ടോറിയ ഗേറ്റ് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഇതിന്റെ പേര് വേറെ നിങ്ങൾക്ക് അറിയാം, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആയിരുന്നു. യെസ്, ആ ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ സൈഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ ഹോസ്റ്റലിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്, പഴയ കോളേജൊക്കെ. ഇതൊക്കെ ക്യാമ്പസിന്റെ
ഹോസ്റ്റൽ കാഴ്ചകളാണിത്. സ്ട്രാച്ചി ഹാൾ, സർ സയ്യിദ് സൗത്ത് എന്ന് പറയുന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ ഹോസ്റ്റൽ കോംപ്ലക്സ് വർക്ക് ചെയ്യുന്ന ഇവിടെയാണ്, ആ ഏരിയ ആണിത്. ഇതാണ് നേരത്തെ നമ്മൾ കണ്ട മസ്ജിദിന്റെ ഫ്രണ്ട് ഭാഗമാണിത്. ഇവിടെ തന്നെയാണ്, ആ മസ്ജിദിനടുത്താണ് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ഖബർസ്ഥാൻ ഇരിക്കുന്നത്. ഇതൊക്കെ ഹോസ്റ്റൽ കാഴ്ചകൾ. ഹോസ്റ്റലിലൂടെ സ്ട്രാച്ചി ഹാളിൽ പ്രോഗ്രാം നടക്കുന്നതാണ്. പലതരത്തിലുള്ള പ്രോഗ്രാം നടക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രോഗ്രാം നടക്കുന്നതിന്റെ കാഴ്ചകളാണ്. അഗെയിൻ നമ്മൾ ക്യാമ്പസിലെ റോഡുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഹോസ്റ്റൽ കാണുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹോസ്റ്റലാണ്, നേരത്തെ കണ്ടതല്ല ഇതൊന്നും. ഏതാണ്ട് 80ഓളം ഹോസ്റ്റൽ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇതെല്ലാം കൂടെ നമ്മൾ കാണില്ല. നമ്മൾ 1-2 ഹോസ്റ്റൽ മാത്രമേ കാണുന്നുള്ളൂ. ജസ്റ്റ് സൗകര്യങ്ങളൊക്കെ നോക്കി കാണാം. നിങ്ങളൊന്ന് അതിനുള്ളിലൂടെ കൊണ്ടുവരുന്നുള്ള ലക്ഷ്യമാണ്. ഓക്കെ, ഹോസ്റ്റലിന് സെപ്പറേറ്റ് പേരുണ്ട്, അഫ്താബ് ഹോസ്റ്റൽ, മുംതാസ് മഹൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. റീഡിംഗ് റൂം ഒക്കെ ഉൾപ്പെടെയുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് വലത് സൈഡിൽ കാണുന്നത്. അവിടെ ഒരു ഒറിജിനൽ ആണ്. ഈ ഫൈറ്റർ ജെറ്റ് ഒറിജിനൽ ആണ്. ഈ സൈഡിലായിട്ടാണ് പോളിടെക്നിക് അത്തരം സ്ഥാപനങ്ങളെല്ലാം വരുന്നത്. ഇനി നമ്മുടെ ക്യാമ്പസിലെ പ്രധാന റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലായിട്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. വലത് സൈഡിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇടത് സൈഡിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പോലുള്ള സ്ഥാപനങ്ങളെല്ലാം ഇടത് സൈഡിലാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു പ്രതിനിധി നമ്മുടെ ഒപ്പം നിന്ന് ചേരുന്നുണ്ട്. അവർ ഓൾറെഡി ഇപ്പോൾ ഇവിടെ മീറ്റിംഗിൽ ഇരിക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യും. അഗൈൻ ക്യാമ്പസ് കാഴ്ചകൾ അങ്ങനെ നീണ്ടു പോവുകയാണ്. വളരെ വിശാലമായ ക്യാമ്പസ് ആണ്. ഏതാണ്ട് 1500-ലധികം ഏക്കർ സ്ഥലം ഈ ക്യാമ്പസിനകത്തുണ്ട്. അത്രയും ഏരിയയിലാണ് ക്യാമ്പസ് പരന്നു കിടക്കുന്നത്. പ്രധാന റോഡ് ഇനി പോകുന്നത് മെഡിക്കൽ കോളേജ് ഉള്ള ഭാഗത്തേക്കാണ്. മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, അഗ്രികൾച്ചർ ഇത്തരം സ്ഥാപനങ്ങളുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. അതിനിടയിൽ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരു ഖലിസ്ഥാൻ എന്ന് പറയുന്ന, ഗുലിസ്ഥാൻ എന്ന് പറയുന്ന പാർക്കും കൂടെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ ആ കാഴ്ചകളിലൂടെ നമുക്ക് കാണാൻ പറ്റും. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ, ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ സാധാരണ അവിടെ ഫ്ലവർ ഷോ ഒക്കെ നടക്കാറുണ്ട്. ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മുടെ ഇടത് സൈഡിൽ കാണുന്നതാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ പാർക്കാണിത്. നമുക്ക് അതിന്റെ ആകാശ കാഴ്ചകളിലൂടെ കാണാം. അതിന്റെ പ്രധാന എൻട്രൻസ്. ഹലോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? കേൾക്കുന്നില്ല സർ. സൗണ്ട് കേൾക്കുന്നുണ്ടോ? നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ട്രാവൽ ചെയ്തിരിക്കുന്ന അതേ റോഡിലൂടെ തന്നെ പോകുന്നു. നേരെ കാണുന്നത് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സയൻസ് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം അതിന്റെ പിറകിലായിട്ട് വരുന്നുണ്ട്. കെമിസ്ട്രി, ബയോ കെമിസ്ട്രി അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെല്ലാം അവിടെ ഉണ്ട്. മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാവരും ടൂറൊക്കെ കഴിഞ്ഞിട്ട് അഭിപ്രായം പറയണേ. ക്യാമ്പസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി അവിടെയുള്ള കുട്ടികളുടെ അനുഭവം കൂടെ നമുക്ക് ചോദിക്കാം. അതിന്റെ മുമ്പേ ഏതാനും ചെറിയ ഭാഗങ്ങളുടെ ഒപ്പം അവസാനം യൂണിവേഴ്സിറ്റിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള തരാന അതും കൂടെ കേട്ടിട്ട് വേണം നമുക്ക് നിർത്താൻ. യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക പരിപാടികളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. മൊത്തത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഒക്കെ ആയിട്ട് വരുന്ന അവരൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ നേരത്തെ കണ്ട പാർക്ക്. അതിന്റെ ഒരു സ്കൈ വ്യൂ ആണ്. വൈകുന്നേര സമയങ്ങളിൽ ഇതുപോലെ കയറിയിരിക്കാനൊക്കെ അവസരമുണ്ട്. പ്രത്യേകിച്ചും ഈ പറയുന്ന ഈ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഫ്ലവർ ഷോ ഒക്കെ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ മനോഹരമായിരിക്കും ആ കാഴ്ചകളെല്ലാം. ഇനി നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങി മെഡിക്കൽ കോളേജിന്റെ സൈഡിലേക്ക് പോവുകയാണ്. വളരെ പ്രശസ്തമായ മെഡിക്കൽ കോളേജാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് വർക്ക് ചെയ്യുന്ന മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് ഉള്ളത് കാരണം തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം കോളേജിലോ അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററിലോ ഒക്കെ അവൈലബിൾ ആണ്.
ഇതൊക്കെ വ്യത്യസ്ത ഫാക്കൽറ്റികളാണ്, ഫാക്കൽറ്റി ബിൽഡിംഗ് കെട്ടിടങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ നേരെ ഈ പറയുന്ന മെഡിക്കൽ കോളേജിന്റെ സൈഡിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഓക്കെ. മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളാണ് ഈ കാണുന്നത്. വളരെ വിശാലമായ OP സൗകര്യമൊക്കെ ഉണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്നും ഇങ്ങനെ കാണിക്കുന്നു മാത്രം. അകത്തേക്കൊന്നും നമ്മൾ കയറുന്നില്ല, നമ്മൾ നേരെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, തൽക്കാലം നമ്മുടെ ഒരു ടൂറ് നമ്മുടെ അവസാനം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഏത് പ്രോഗ്രാം നടക്കുമ്പോഴും അത് അവസാനിക്കുന്നത് തരാനയോടും അതുപോലെ ദേശീയഗാനത്തോടും കൂടിയിട്ടാണ്. സോ നമുക്ക് ആ ഒരു തരാനയും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് കേട്ടുകൊണ്ട് നിർത്താം. ഇത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ വ്യത്യസ്ത ബ്രാഞ്ചുകൾ പറഞ്ഞു നേരത്തെ വർക്ക് ചെയ്യുന്നത് മലപ്പുറത്തും അതുപോലെ കിഷൻഗഞ്ചിലും മുർഷിദാബാദിലും. മലപ്പുറം ക്യാമ്പസിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി കൂടെ നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നുണ്ട്. അവരിപ്പോ ഇവിടെ മീറ്റിംഗിലുണ്ട്. അപ്പൊ നമുക്ക് ഇനി അലിഗഡ് തരാനയും കൂടെ ഒന്ന് കേൾക്കാം. ഈ തരാന നടക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് സാധാരണ ഗസ്റ്റുകളൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാറുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ ആയിരുന്നു അന്നത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം അവസാന നിമിഷമൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എന്തായാലും നമുക്കൊന്ന് ഞാൻ ഓഡിയോയും കൂടെ കേൾപ്പിക്കുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാം തീരും. പിന്നീട് നമ്മുടെ ഇന്ററാക്ഷൻ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് കേട്ടോളൂ. ഈ തരാന അലിഗഡിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി ആ വരികൾ നൽകിയതാണ്. ഇത് സ്ഥിരമായിട്ട് അവിടെ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതിന്റെ അവസാനിക്കുന്നത് ഈ തരാനോട് കൂടിയിട്ടായിരിക്കും. കാഴ്ചകളെല്ലാം കാണാം. പ്ലസ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റർ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. സോ കോൺവെക്കേഷൻ പോലുള്ള പരിപാടികൾ പങ്കെടുക്കാൻ വരുന്നത് മിക്കവാറും പ്രസിഡന്റ് അങ്ങനെയുള്ള ഗസ്റ്റുകളായിരിക്കും, അല്ലെങ്കിൽ നൊബേൽ ലോറേറ്റ്സ് ഒക്കെ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് ശ്രീ രാംനാഥ് കോവിന്ദ്, അതുപോലെ തന്നെ അതുപോലെ തന്നെ മുംബൈ അടുത്ത പ്രസിഡന്റ് പ്രണബ് മുഖർജി, അവരൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മാത്രമല്ല ഒത്തിരി അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഹോഴ്സ് റൈഡിങ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതെല്ലാം നമുക്ക് ഈ തരാനക്കകത്തൊന്ന് കാണാം. ജസ്റ്റ് ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യാം.
ഈ കാഴ്ചകൾ ഈ അവസാനം ഈ തരാനയൊക്കെ നിർമ്മിച്ചിരിക്കുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികളാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ അവരുടെ കടപ്പാടും കൂടെ അറിയിക്കുകയാണ് നമ്മള്. അങ്ങനെ നമ്മുടെ ക്യാമ്പസ് ടൂറ് ഇതോടുകൂടി ഇവിടെ തീരുകയാണ്. നമ്മൾ ക്യാമ്പസിന് തിരിച്ചിറങ്ങുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ റിയലി ഇവിടെ എത്തിപ്പെടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് നമ്മെ സഹായിക്കാൻ, നമ്മുടെ അസിസ്റ്റ് ചെയ്യാൻ, നമ്മുടെ അതിന്റെ അത്ര കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്, ലൈനിലുണ്ട്. അവരെയും കൂടെ ഈ പ്രോഗ്രാമിലേക്ക് നേരത്തെ ഇൻവൈറ്റ് ചെയ്ത വീണ്ടും സ്വാഗതം ചെയ്യാണ്. എന്തായാലും കാഴ്ചകൾ ഇവിടെ തീരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വരുന്നു. ഹലോ സർ. ഓക്കെ ഓക്കെ നമ്മുടെ ഇതിനകത്ത് യൂനിസാറേ, ഹലോ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ഓക്കെ, ജസ്റ്റ് ടീച്ചറേ ഹലോ, ജസ്റ്റ് ടീച്ചർ ഇല്ലേ? പോയോ? ഓക്കെ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം ക്യാമ്പസ്, അവിടെ നിന്ന് BA LLB ഓണേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് ടിസിൽ നിന്ന് ടിസിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് LLM പൂർത്തീകരിച്ച് ഇപ്പോൾ OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ ഫെലോഷിപ്പോട് നേടി ഹയർ സ്റ്റഡീസിന് ഒരുങ്ങിയിരിക്കുന്ന മലപ്പുറം ക്യാമ്പസിലെ നേരത്തെ വിദ്യാർത്ഥിയായിരുന്ന നസീബ KT അവരിവിടെ ഉണ്ട്. ഒന്ന് കൈപൊക്കിയാൽ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാം. അവരൊന്ന് അൺമ്യൂട്ട് ചെയ്യണം. നസീബ ജഹാൻ. ഓക്കെ 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 ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം അവരെ. ഓക്കെ, കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ 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 വസീൽ ഉണ്ട്. വസീൽ AMU ഉണ്ട്. പിന്നെ റമീസ് ഉണ്ടാവും. റമീസ് ഓക്കെ. ദെൻ ഒരാളും കൂടെ ഉണ്ട് സാറേ, മുനവർ. റമീസ് നമ്മുടെ ഗസ്റ്റുകളൊന്ന് കൈ പൊക്കണേ. റമീസ് ഇർഫാൻ ആണോ? കൺഫേം ചെയ്യണം. വസീൽ ഭായ് റമീസ് ഇർഫാൻ ആണോ? പേര് റമീസ് അല്ലേ ഉള്ളൂ? അതെ, റമീസ് ഇർഫാൻ. റമീസ് ഇർഫാൻ. ഓക്കെ ഓക്കെ. ദെൻ മുനവറും കൂടെ ഉണ്ടാവും. മുനവർ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ നസീബ ജഹാൻ KT എന്ന പൂർവ്വ വിദ്യാർത്ഥിയെ, മലപ്പുറം ക്യാമ്പസിലെ വിദ്യാർത്ഥിയെ, നമ്മുടെ നാട്ടിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥിയെ വളരെ ആദരപൂർവ്വം ഒപ്പം അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യാണ് വിദ്യാർത്ഥികളായിട്ടും സംവദിക്കാൻ. അവരാദ്യം അവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയും. പിന്നീട് വിദ്യാർത്ഥികൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കാം. കേൾക്കാലോ അല്ലേ? ഓക്കെ ഓക്കെ. നസീബ ജഹാൻ. ഓക്കെ. ഹലോ. ഓക്കെ ഓക്കെ. കേൾക്കുന്നുണ്ട്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യണോ? വീഡിയോ ലൈക് നെറ്റ്വർക്ക് ഉണ്ടോന്ന് അറിയില്ല. സൗകര്യം പോലെ ചെയ്തോളൂ. കംഫർട്ട് ആയ രീതിയിൽ. അമിത് സാറേ, വീഡിയോ ഓൺ ചെയ്തിട്ട് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ മതി. യെസ്, ഓക്കെ ഓക്കെ. നസീബ വീഡിയോ ഓൺ ചെയ്തോളൂ. വീഡിയോ ഓൺ ചെയ്തോളൂ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം.
ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പോ ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ അതോ വോയിസ് ക്രാക്ക് ചെയ്യുന്നു? ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, തുടങ്ങി. ഫൈൻ. ആദ്യമായി അബ്ദുൽ ഹമീദ് സാർക്കും ജെസ്സി മാമിനും ബാക്കിയുള്ള എല്ലാ ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനും നന്ദി പറയാൻ. വളരെ വിപുലമായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം തന്നെ. നമ്മൾ കുറെ ഓറിയന്റേഷൻ നടത്തിയിരുന്നു, പക്ഷെ ഇത്രയും ഭംഗിയായി ഓറിയന്റേഷൻ നടത്താൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഞാൻ മലപ്പുറം ക്യാമ്പസിൽ 2014 BLLB ഓണേഴ്സിന് ചേർന്നതാണ്. 2019 പാസ് ഔട്ടായി. ടിസിൽ ജോയിൻ ചെയ്തു. LLM-ന് ഇപ്പൊ LLM തീർന്നു. 2020 മെയ് ലോക്ക്ഡൌണിന്റെ സമയത്താണ് തീർന്നത്. ഇപ്പൊ OP ജിൻഡാൽ ഗ്ലോബൽ ലോ യൂണിവേഴ്സിറ്റിയിൽ ഫെലോഷിപ്പ് പോലെ കിട്ടിയതാണ് എനിക്ക്. വർക്ക് തന്നെയാണ്, ലൈക് ട്യൂട്ടർ ആൻഡ് റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട്. സോ എന്നോട് ഇപ്പോ ജീവിതത്തിനെ രണ്ടായി കണക്കാക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ബിഫോർ ജോയിനിങ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആൻഡ് ആഫ്റ്റർ ജോയിനിങ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. കാരണം അത്രമാത്രം ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് ലൈഫില്. നമുക്ക് ഇത്രമാത്രം ഒരു ഗൈഡൻസോ ഓറിയന്റേഷനോ ഒന്നും തന്നെ ഇല്ലാണ്ടാണ് ഞാൻ അലിഗഡിന്റെ ക്യാമ്പസിൽ എത്തിയത്. ലോ പഠിക്കണമെന്നുണ്ടായിരുന്നു. ലോ പഠിക്കണം എന്ന് കരുതിയത് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തു. അവിടെ അഡ്മിഷൻ കിട്ടി, പഠിച്ചു. സോ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം സെന്റർ എന്ന് പറഞ്ഞാൽ അവിടെ ആകെ 3 കോഴ്സുകളേ ഉള്ളൂ. BLLB ഓണേഴ്സ്, MBA ആൻഡ് BEd. ഇപ്പൊ അതായത് ഇപ്പൊ നമ്മൾ മെയിൻ ക്യാമ്പസ് കണ്ടതുപോലെ ഒരു അത്രമാത്രം സഫിസ്റ്റിക്കേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും നമുക്കില്ല. ഇപ്പോഴൊരു ശൈശവ ദശയിലാണ് ഈ യൂണിവേഴ്സിറ്റി ഉള്ളത്. പക്ഷെ എന്ന് കരുതി നമ്മുടെ ഒരു ആ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്, അതായത് അക്കാഡമിക് സ്റ്റാൻഡേർഡിന് കുഴപ്പം ഒന്നും തന്നെ ഇല്ല. അതൊട്ടും തന്നെ കുറവില്ല. അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. ഇപ്പൊ ഏകദേശം അവിടുത്തെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ 90% നമുക്ക് ഔട്ട് ഓഫ് കേരള മലയാളീസ് അല്ലാത്ത നോൺ മലയാളീസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. മലയാളീസ് ഒരു 10% മാത്രമേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു ഒരു നാഷണൽ ക്യാരക്ടറുള്ള യൂണിവേഴ്സിറ്റിയിൽ IIT IIM-കളൊക്കെ അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു 10% സ്റ്റുഡൻസേ ഉള്ളൂ. ഈ ഒരു ഇങ്ങനത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ക്യാരക്ടറുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പോഷർ കിട്ടും. ചില ആളുകൾക്ക് അതൊരു ഡിസ്കംഫേർട്ട് ആയിട്ട് തോന്നാനും സാധ്യതയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളീസ് കുറവായിരിക്കും, അതേപോലെ പൊളിറ്റിക്സ് കുറവായിരിക്കും, പൊളിറ്റിക്സ് ഉണ്ടാവില്ല എന്ന് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ആളുകൾ പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു കാര്യമാക്കേണ്ട ഒരു വിഷയമല്ല. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അതുപോലെ നാഷണൽ ക്യാരക്ടറുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് വലിയ എക്സ്പോഷർ ഉണ്ടാവും. കാരണം അവിടെ ഒരുപാട് ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ, ബംഗാളി സംസാരിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് മറ്റു ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, അതേപോലെ നമ്മുടെ ഫാക്കൽറ്റീസ് നോൺ മലയാളീസ് ആയിരിക്കും. അങ്ങനെ ആ ഒരു എക്സ്പോഷർ നമുക്ക് നൽകുന്നത് വളരെ വളരെ വലുതായിരിക്കും. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ട് കരിയറിൽ ഒന്നും കൂടെ ഒരു ഉയർന്ന സ്റ്റെപ്പ് എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണ സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനെക്കാട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി മോശമെന്നല്ല ഞാൻ പറയുന്നത്, വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു കരിയറിൽ നമുക്ക് ആ ഒരു ബ്രാൻഡ് നെയിം, ലൈക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ അലുമിനസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എവിടെ പോയിട്ടും വേണമെങ്കിൽ പറയാം, ഐ ആം ആൻ അലുമിനസ് ഓഫ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പറഞ്ഞ ആളുകൾ വാവ് ദാറ്റ്സ് ഗ്രേറ്റ്. എനിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഒരു ഇത് ഉണ്ടായിരുന്നില്ല. നമുക്ക് മുറ്റത്ത് മുല്ലയ്ക്ക് മണലില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ പുറത്ത് പോയപ്പോഴാണ് ശരിക്കും അതിന്റെ വില മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ഫോറിൻ യൂണിവേഴ്സിറ്റീസിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ IELTS സ്കോർ വരെ നമ്മൾ എക്സംപ്റ്റ് ചെയ്ത് തരും. നമുക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചു എന്നുള്ളത് നമ്മൾ കാണിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. മലപ്പുറം ക്യാമ്പസിനെ സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു 3 കോഴ്സുകളേ ഉള്ളൂ. ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാവരും ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈവൻ പെരിന്തൽമണ്ണ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ വരെ അവിടെ ഹോസ്റ്റലിൽ, ഞാനും ഹോസ്റ്റലിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. നമുക്ക് ഗേൾസിനും ബോയ്സിനും വേറെ വേറെ ഹോസ്റ്റലുകളുണ്ട്. അതേപോലെ നമുക്ക് ഇത്രയും ഫെസിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടും അതേപോലെ ക്രിക്കറ്റ് ഫുട്ബോൾ കോർട്ടൊക്കെ നമുക്കുണ്ട്, ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ മെസ്സും സൗകര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ചെലവിൽ, അതായത് ഹോസ്റ്റൽ ഫീസ് ഇല്ല, നമുക്ക് റൂം റെന്റ് കൊടുക്കേണ്ട, ഹോസ്റ്റൽ ഫീസ് അതുകൊണ്ട് എക്സംപ്റ്റഡ് ആണ്. നമുക്ക് മെസ്സിന്റെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ മാത്രം കൊടുത്താൽ മതി. അത് ഏകദേശം ഒരു 1500 to 700 വരെ മാക്സിമം നമുക്കൊരു
ഡൈനിങ് ഹാളിലെ ബില്ല് വരാൻ സാധ്യതയുണ്ട്. ഇലക്ട്രിസിറ്റിയും വാട്ടറും കൂടെ ഏകദേശം ഒരു 400-500 അത്രയും ബില്ലേ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ ചെലവിലും കൂടെ പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് സ്കോളർഷിപ്പുകൾ കിട്ടും. ഐ തിങ്ക് ഓറിയന്റേഷന്റെ സമയത്ത് സ്കോളർഷിപ്പുകൾ കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് നന്നായിരുന്നു. കാരണം സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പുകൾ ഒരുപാടുണ്ട്. മൈനോറിറ്റി അഫയേഴ്സിന്റെ, മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സിന്റെ അല്ലാത്ത സ്കോളർഷിപ്പുകൾ, സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് മെറിറ്റിന്റെ ബേസിസിൽ ഈവൻ മുന്നാക്ക വിഭാഗക്കാർക്കും കൊടുക്കുന്ന ഒരുപാട് സ്കോളർഷിപ്പുകൾ ഉണ്ട്. ഞാൻ അപ്ലൈ ചെയ്ത എല്ലാ വർഷവും എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ നമുക്കത് അതിൽ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഫീസൊക്കെ കൊടുത്തിരുന്നത്. സോ അതൊക്കെ വളരെ വലുതായിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഫൈനാൻഷ്യലി നമുക്ക് ഒരുപാട് ഹാർഡ്ഷിപ്പ് വരും. അത് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. പിന്നെ മലപ്പുറം ക്യാമ്പസിൽ പൊതുവെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന പിള്ളേരൊക്കെ തന്നെ ഏകദേശം ഒരു ഹയർ സ്റ്റഡീസ്, പിന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതി ആ ഒരു നിലയ്ക്ക് പോകണം എന്നുള്ള രീതിയിലുള്ള സ്റ്റുഡൻസ് ആണ്. ഈവൻ പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകളും വരുന്നുണ്ട്. പക്ഷെ മലപ്പുറം ക്യാമ്പസിൽ അത്രമാത്രം ഒരു പ്ലേസ്മെന്റ് മാനേജ്മെന്റിലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മീൻസ് അത്ര റിഗറസ് ആയിട്ട് നടക്കുന്നില്ല. എന്നാലും പ്ലേസ്മെന്റ്, ഈവൻ ലോ ഡിപ്പാർട്ട്മെന്റിലും പ്ലേസ്മെന്റ് ഉണ്ട്, കമ്പനീസ് വരാറുണ്ട്. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് അല്ല അത്രമാത്രം പ്ലേസ്മെന്റിൽ. നമ്മുടെ അവിടെയുള്ള സ്റ്റുഡൻസ് അങ്ങനെ ആയിരുന്നു. ഒരുപാട് ഈവൻ കേരളത്തിൽ തന്നെ ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈവൻ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്റ്റുഡൻസിനെ എടുത്തിട്ടുണ്ടായിരുന്നു. മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരുപാട് സ്റ്റുഡൻസിനെ പ്ലേസ്മെന്റ് കിട്ടാറുണ്ട്, ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടാറുണ്ട്. പക്ഷെ അത്രമാത്രം സ്റ്റുഡൻസ് ഒരു പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകളല്ല അവിടെ ഉള്ളത്. എന്ന് കരുതി പ്ലേസ്മെന്റിന് സാധ്യത ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ക്യാമ്പസിന്റെ ഏകദേശം ഒരു രൂപം. നമുക്ക് ലഭിക്കുന്ന ഒരു എക്സ്പോഷർ. പിന്നെ നമ്മൾ ഒരുപാട് പേര് ഹിന്ദി പഠിക്കും, അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. എനിക്ക് ഇപ്പൊ അടുത്ത കാലം വരെ എനിക്ക് തോന്നിയിരുന്നു, അതായത് BA-LLB ഓണേഴ്സ് ഡിഗ്രിയേക്കാൾ ഏറെ ഞാൻ ഹിന്ദി പഠിച്ചത് എനിക്ക് വലിയ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മുംബൈയിൽ പോയപ്പോഴൊക്കെ. സോ അലിഗഡിൽ എത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ടിസ്സിൽ എത്തിയത് കൊണ്ട് മാത്രമാണ് അതായത് ജിണ്ടാൽ പോലത്തെ ഒരു യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് മറ്റൊന്നും ഇല്ലാത്ത എനിക്ക് ജോബ് കിട്ടിയത്. അപ്പൊ അതാണ് നാഷണൽ ക്യാരക്ടറുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നമുക്ക് ആ ബ്രാൻഡ് നെയിം നമുക്കത് എല്ലാ കാലത്തും ഉണ്ടാവും. ബാക്കിയുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നമുക്ക് മെറിറ്റ് ഉണ്ടാവും, മെറിറ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു സങ്കടകരമായ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ്, അതായത് കേരളത്തിലെ സ്റ്റുഡൻസ് എത്ര ഉള്ളവരും 90-95, 98, ഈവൻ 100% ഉള്ളവരും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്താത്തത് അത് എയിം ചെയ്യുന്നില്ല. ഒരു എനിക്ക് ലാക്ക് ഓഫ് വിൽ പ്ലസ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, അതേപറ്റി ഒരു ഇഗ്നോറൻസ്, അറിവില്ലായ്മയും കൂടെ കാരണമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും മെറിറ്റ് ഒരു ആവറേജ് മെറിറ്റ് ആയിരിക്കും. 10+, +1, +2 മെറിറ്റ് ഒരു 70 to 80% ആവറേജ് മെറിറ്റ്. അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം ഒരുപാട് വലിയ മെറിറ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ നാട്ടില് 90, 95, 98 ഉള്ള ടോപ്പ് സ്കോറിംഗ് സ്റ്റുഡൻസ് ആ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നില്ല. എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം അവരതേപറ്റി അറിവില്ല, ബോധേഡല്ല. പിന്നെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ ഒക്കെ തന്നെ അഡ്മിഷൻ പ്രോസസ്, ആപ്ലിക്കേഷൻ വിളിക്കുന്നത് Feb-March സമയത്തായിരിക്കും. അപ്പൊ എല്ലാവരും ബോർഡ് എക്സാമിന്റെ രീതിയിൽ ഭയങ്കര തിരക്കിലായിരിക്കും. അതാണ് തോന്നുന്നത് വലിയൊരു വിഷയം. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു ഡിസംബർ ഓൺവേർഡ്സ് നിങ്ങൾ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കണം. 2021 അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ഡിസംബർ ഓൺവേർഡ്സ് നിങ്ങൾ കാത്തിരിക്കണം. Jan-Feb എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. മാർച്ചിൽ ഫുള്ളായിട്ട് ഡേറ്റ് ക്ലോസ് ചെയ്യും. ഇത്തവണ ഈ കോവിഡിന്റെ ഇന്റർവീനിങ് സർക്കംസ്റ്റാൻസസ് കാരണമാണ് കുറച്ച് ഡിലേ വന്നത്. ഇപ്പൊ എക്സാംസ് AMUന്റെ നടന്നിട്ടില്ല, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പൊതുവെ മാർച്ചിൽ ഡേറ്റ് ക്ലോസ് ചെയ്യും, മെയ്യിൽ എന്തായാലും എക്സാം നടക്കും. അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. സോ നിങ്ങൾ അത് വെയിറ്റ് ചെയ്ത് ആ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കൃത്യമായി നോക്കണം. കാരണം ബോർഡ് എക്സാമിന്റെ ഇടയിൽ അത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ April-May സാവകാശം പോലെയാണ് ഗ്രാജുവേഷന്റെ പ്രൊസീജിയർ ഒക്കെ തുടങ്ങുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിപ്പോ ജാമ്യ ആണെങ്കിലും AMU ആണെന്നുണ്ടെങ്കിൽ ടിസ് ആണെന്നുണ്ടെങ്കിൽ അത് ഡിസംബറിൽ തുടങ്ങും. സോ ടിസ്സിനെ പറ്റി സാർ എന്നോട് ടിസ്സിനെ പറ്റിയും കൂടെ ഒന്ന് ജസ്റ്റ് പറയാൻ പറഞ്ഞിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് വാക്കുകളിൽ ഒതുക്കി പറയാം. ടിസ്സിന്റെ മുംബൈ ക്യാമ്പസിൽ PGയും PhDയും MPhilഉം മാത്രമേ ഉള്ളൂ. പക്ഷെ ടിസ്സിന് ഹൈദരാബാദിൽ ഒരു ക്യാമ്പസ് ഉണ്ട്, തുൾജാപൂർ മഹാരാഷ്ട്രയിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഒരു ക്യാമ്പസ് ഉണ്ട്. അവിടെയൊക്കെ തന്നെ നല്ല ഡിഗ്രി കോഴ്സുകളുണ്ട്.
പ്രത്യേകിച്ച് ഡുവൽ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ഉള്ള ഡിഗ്രി കോഴ്സുകളുണ്ട്. ഈവൻ ഡിഗ്രി സമയത്ത് തന്നെ അവർ റിസർച്ച് മെത്തഡോളജിയും അവർ തീസിസ് സബ്മിഷൻ, അതായത് റിസർച്ച് ചെയ്തൊരു പേപ്പർ പ്രസന്റേഷന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ് തീസിസ് പ്രസന്റേഷൻ. അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. സോ അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് മേഖലയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. ടിസിന്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഡിസംബറിൽ തന്നെ വരും. വളരെ തുച്ഛമായി 250 രൂപ മാത്രമേ ഉള്ളൂ അപ്ലൈ ചെയ്യാൻ, ഒരുപാട് ചെലവൊന്നും ഇല്ല. പിന്നെ ടിസിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് റിഗറസ് സ്കോളർഷിപ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ തോന്നുന്നു നിങ്ങൾക്ക് 1,50,000 ഒരു ഇതിന്റെ ഒരു കോഴ്സിന്റെ ഫീ. എന്റെ കോഴ്സിന്റെ ഫീ 1,50,000 ആയിരുന്നു LLM. ബട്ട് ഐ വുഡ് ഹവ് പെയ്ഡ് അറൌണ്ട് ലെസ് ദാൻ 30,000. എന്ന് വെച്ചാൽ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ എമൗണ്ടും പിന്നെ അവിടുത്തെ ഓരോ ഓർഗനൈസേഷൻസ് എടുത്ത ചെലവും എല്ലാം പാടെ കിഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് മൊത്തമായിട്ട് ഒരു 30,000 പോലും കൊടുത്തിട്ടുണ്ടാവില്ല. അതാണ് നാഷണൽ ക്യാരക്ടർ ഉള്ള, അല്ലെങ്കിൽ ഇത്ര എമിനൻസ് എക്സലൻസ് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ടാവും, ആ ഒരു ബ്രാൻഡ് നെയിം കിട്ടും, നല്ലൊരു എക്സ്പോഷർ കിട്ടും. കരിയറിൽ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട്, ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ടെടുത്ത് നമുക്ക് പോകാൻ സാധിക്കും. സോ എനിക്ക് തോന്നുന്നു ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല, കാരണം നിങ്ങൾ 8 മണിക്ക് തുടങ്ങിയതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം സർ. ഹലോ 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 അമിത് സർ. സർ Naziba ma'am, thanks for a lot of information you have given to our students. And thank you, actually, we have to need you for more time, but now this time is very limited. So sorry sir for winding up. Okay, thank you. It's okay, thank you so much. Sir, ഞാൻ വെയിറ്റ് ചെയ്യണോ? ലാസ്റ്റ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള സെഷൻ ഉണ്ടോ, അതോ can I leave? Yes, now we have two more guests are waiting here. Yes. Okay, sir. Okay. Then after we have no much time, sir. Sorry. Yeah. Okay, sir. It's okay. Okay. Thank you so much. Okay, thank you, sir. Thank you, ma'am. Thank you for your cooperation with us. Wasim. Yes, sir. Okay, thank you, sir. Yes, sir. Amit മാഷ് ഔട്ട് ആണോ ക്ലിയർ അല്ലാത്തതാണോ അറിയില്ല. ഓക്കെ, എത്ര സമയമാണ് ഉള്ളത് സർ? ഒരു 10 മിനിറ്റ് സർ. 10 മിനിറ്റ് എടുക്കാം. ഓക്കെ. എന്റെ പേര് അധികം നീണ്ടുപോയി. കുട്ടികളെ ഒരുപാട് സമയം ഇട്ടാലും വയ്യല്ലോ. ഇല്ല, പ്രശ്നമില്ല. എന്റെ വോയിസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ്. ഓക്കെ, എന്റെ പേര് വസീൽ എന്നാണ്. ഞാൻ 2013 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം സെന്ററിൽ BEd കഴിഞ്ഞു. അതിനുശേഷം പിന്നെ അലിഗഡിൽ 2014 മുതൽ MEd, അതിനുശേഷം എഡ്യൂക്കേഷനിൽ PhD ആയിട്ട് അലിഗഡിലുണ്ട്. ഇവിടെ നേരത്തെ വളരെ വ്യക്തമായിട്ട് തന്നെ, വളരെ വിശദമായിട്ട് തന്നെ ഹമീദ് സാർ ഒരു വെർച്വൽ ടൂറിലൂടെ അലിഗഡിനെ പരിചയപ്പെടുത്തി. അതിനുശേഷം എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് സത്യം പറഞ്ഞാൽ ഞാനുള്ളത്. കാരണം എല്ലാം കാഴ്ചയിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും സാറ് പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. 1877 സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം സോഷ്യൽ റിഫോർമർ ആണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്ന പേരിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1920. ഇപ്പോൾ 2020 ആണ്, 100 വർഷമാകുന്ന 100ാം വാർഷികത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇത് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുകയും ഇന്ത്യയിലെ തന്നെ 10 യൂണിവേഴ്സിറ്റികൾ, മികച്ച 10 യൂണിവേഴ്സിറ്റികൾ ഒന്നായിട്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നും റാങ്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഏകദേശം 35,000-ലധികം കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന, അതിൽ 80% കുട്ടികൾ അവിടെ തന്നെ താമസിച്ച് പഠിക്കുകയാണ്. 20ഓളം ഹാളുകളിലായിട്ട്. ഒരു ഹാൾ എന്ന് പറയുന്നത് 5ഓ 6ഓ ഹോസ്റ്റലുകളുടെ ഒരു കോംപ്ലക്സ് ആണ്. അത് ഗേൾസിനും ബോയ്സിനും വ്യത്യസ്തമായിട്ടുള്ള ഹാളുകളിലായിട്ട് 20ഓളം ഹാളുകളിലായിട്ട് ഒരു ഹാളിൽ ഏകദേശം 600 മുതൽ 1000 വരെ കുട്ടികളുടെ സ്ട്രെങ്ത് ആണ് ഉണ്ടാവുക. അത്തരം ഒരു റെസിഡൻഷ്യൽ സർവകലാശാലയാണ് അലിഗഡ്. 13ഓളം ഫാക്കൽറ്റികൾ, ഫാക്കൽറ്റി ഓഫ് ആർട്സ്, ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ്, ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ, ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ്, അങ്ങനെ 13ഓളം വ്യത്യസ്ത ഫാക്കൽറ്റികളിലായിട്ട് 100ഓളം ഡിപ്പാർട്ട്മെന്റുകൾ. ഇപ്പോൾ ആർട്സ് ഫാക്കൽറ്റിക്ക് കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് അറബിക്, ഹിന്ദി, ഉറുദു, സംസ്കൃത്, അങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ.
അതിൽ തന്നെ 300ഓളം കോഴ്സുകളും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, മുഴുവൻ സ്റ്റേറ്റുകളിൽ നിന്നും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ ഒരു പ്രാതിനിധ്യം, അതേപോലെ തന്നെ 26ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുണ്ട്. 3 ഓഫ് ക്യാമ്പസുകളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഒന്ന് മലപ്പുറം, നേരത്തെ മലപ്പുറം സെൻട്രലിലെ ഒരു വിദ്യാർത്ഥി നമ്മളോട് സംസാരിച്ചു. പിന്നെ അതേപോലെ തന്നെ ബംഗാളിലെ മുർഷിദാബാദിലും ബീഹാറിലെ കിഷൻഗഞ്ചിലുമാണ് ഈ ഒരു സെന്റർ ഉള്ളത്. നമ്മള് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിന് പുറത്തുള്ള ഏത് യൂണിവേഴ്സിറ്റികളിലായാലും അതിൽ പ്രധാനമായിട്ടും ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേകത എന്നുള്ളത് നമുക്ക് 2 ഡിഗ്രിയാണ് ലഭിക്കുക എന്നുള്ളതാണ്. ഏതാണ് 2 ഡിഗ്രി എന്ന് ചോദിച്ചാൽ, ഒരു ഡിഗ്രി നമ്മുടെ ഏതാണോ കോഴ്സ് നമ്മൾ പഠിക്കുന്നത് അതിലെ ഡിഗ്രി, ഇപ്പൊ BCom അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ MSc ഏതാണോ കോഴ്സ് അതിലുള്ള ഒരു ഡിഗ്രി നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഡിഗ്രിയാണ് ജീവിക്കാനുള്ള ഡിഗ്രി. നമുക്ക് വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയിൽ, വ്യത്യസ്തമായ അവിടെ നമുക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. അത് ഒരുപക്ഷെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ആ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ ജീവിക്കുന്നതോട് കൂടി തന്നെ നമുക്ക് ലൈഫിനുള്ള ഒരു ഡിഗ്രി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ BCom ഡിഗ്രിയോട് കൂടി അല്ലെങ്കിൽ നമ്മുടെ ഏത് ഡിഗ്രിയാണോ പഠിക്കുന്നതിന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു ലൈഫ് ഡിഗ്രി കൂടി നമുക്ക്, അത് ഒരു ബോണസ് ഡിഗ്രിയാണ് സത്യത്തിൽ പറഞ്ഞാൽ. അത് എവിടെയും കിട്ടാത്തതും വളരെ അമൂല്യമായിട്ടുള്ള ഒരു ഡിഗ്രി കൂടിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കിട്ടാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ, ചില ചലഞ്ചുകൾ നമുക്ക് അലിഗഡിൽ പഠിക്കുമ്പോൾ നേരിടേണ്ടി വരും. അത് 3000 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് 3000 കിലോമീറ്റർ അകലെയാണ് അലിഗഡ് ഉള്ളത് എന്നുള്ളതാണ് ഒന്ന്. 2, പുതിയ ആളുകളാണ്, പുതിയ സൊസൈറ്റിയാണ്, പുതിയ കൾച്ചറാണ്, പുതിയ ഭാഷയാണ്, പുതിയ ഭക്ഷണമാണ്, പുതിയ ക്ലൈമറ്റ് ആണ്. ഇതെല്ലാം വ്യത്യസ്തമാണ്. ഭാഷ ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ്. ഭക്ഷണം നമുക്ക് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഭക്ഷണത്തിൽ മാറ്റമുണ്ട്. ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല കാലാവസ്ഥ വരുന്ന സമയമുണ്ട്, നല്ല ചൂടും തണുപ്പും മിതമായിട്ടുള്ള സമയങ്ങളുണ്ട്. അതേപോലെ നല്ല തണുപ്പ് വരുന്ന സമയം, നല്ല ചൂടുള്ള സമയം. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ആദ്യത്തെ ഒരു വർഷത്തിലാണ് നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പ്രശ്നങ്ങൾ വരുന്നത് സാധാരണയായിട്ട്. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം അലിഗഡിൽ മലയാളി അസോസിയേഷനും അമൂമ എന്നുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലയാളി അസോസിയേഷൻ എന്ന അമൂമ എന്ന മലയാളി വിദ്യാർത്ഥികളുടെ സംഘടന എപ്പോഴും എല്ലാ വിദ്യാർത്ഥികൾക്ക് എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് അവരുടെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. അവർക്ക് വേണ്ട അഡ്മിഷൻ സമയത്ത്, അവർക്ക് ഈ തുടക്ക സമയത്ത് അവർക്ക് ഈ പുതിയ കാലാവസ്ഥയോട് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവരെ സഹായിക്കാനും അവരെ കൂടെ എല്ലാ വിധത്തിലും സഹായിക്കാനും അത് യൂണിവേഴ്സിറ്റിയുടെ മലയാളി അസോസിയേഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതില് ഇനി ഞാൻ എങ്ങനെയാണ് അലിഗഡിലേക്ക് എത്തിയത് എന്നുള്ള ഒരു അനുഭവം കൂടി പറയണം എന്ന് പറഞ്ഞിരുന്നു സാറ്. ഞാൻ MCom കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസം ഒരു ടീച്ചിങ് ജോബിലേക്ക് പ്രവേശിക്കുന്നു. അതിനിടക്കാണ് മലപ്പുറം സെന്ററിൽ പുതിയ BEd കോഴ്സ് തുടങ്ങുന്നുണ്ട് എന്ന് അറിയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു അതിന്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു എന്ന് അറിഞ്ഞൂടാ, ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന അലിഗഡിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞ വിദ്യാർത്ഥികൾ നിലക്ക് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനൊക്കെ ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കുന്നതോ അറിയുന്നതോ ഒക്കെ MCom കഴിഞ്ഞതിന് ശേഷമാണ്. എൻ്റെ പ്രധാനപ്പെട്ട പഠനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. എന്നാലും മലപ്പുറം സെന്ററിലേക്ക് പുതിയ കോഴ്സ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളുടെ ഇടയിലും ചർച്ച ചെയ്തു, നമുക്ക് അപ്ലൈ ചെയ്യല്ല എന്നുള്ളൊരു രൂപത്തിൽ. അപ്പോൾ പലരും നിരുത്സാഹപ്പെടുത്തി. ആകെ 3 സീറ്റ്, കൊമേഴ്സ് BEdന് എല്ലാ സബ്ജക്റ്റിനും കൂടി കുറേശ്ശെ സീറ്റുകളുണ്ടാവും. അപ്പൊ കൊമേഴ്സിന് ആകെ 3 സീറ്റുകളാണുള്ളത്. അപ്പൊ എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ആകെ 3 സീറ്റ് ഉണ്ട്, അതിന് 500 രൂപ അപ്ലിക്കേഷൻ ഫീ ഉണ്ട്, നമ്മൾ എന്തിനാ വെറുതെ അപ്ലൈ ചെയ്തിട്ട് വെറുതെ പൈസ കളയുന്ന. ഞാൻ ഏതായാലും അത് പറഞ്ഞത് കേട്ടില്ല. പിന്നെ അപ്ലൈ ചെയ്തില്ല, ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ആ 3-ൽ 1 അവിടെ അഡ്മിഷൻ കിട്ടിയ ദിവസം, ഒന്നാമത്തെ ദിവസം തന്നെ അവിടെ വന്നത് അലിഗഡിലെ ഒരു പ്രൊഫസറായിരുന്നു, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം അലിഗഡിനെ കുറിച്ച് വിശദമായിട്ട് അതിന്റെ ഇന്നത്തെ ഒരു ക്ലാസ് ഒക്കെ പോലെ തന്നെ വളരെ പ്രോത്സാഹനജനകമായ രൂപത്തിൽ നമ്മളോട് ക്ലാസ് എടുക്കുമ്പോൾ അതിൽ നിന്നാണ് എനിക്കൊരു മോട്ടിവേഷൻ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പോകണമെന്നും അവിടെ കാണണമെന്നും പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം വരുന്നത്. അപ്പോൾ BEdന് ശേഷം പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് MEd ആയിരുന്നു. അപ്പോൾ MEdന് അപേക്ഷിച്ചു, അവിടെ അഡ്മിഷൻ കിട്ടി. അതിനുശേഷം അവിടുത്തെ സ്റ്റുഡൻസ് ഏകദേശം ഒരു 35 വർഷത്തോളമായിട്ട് മലയാളികൾ ആരും അവിടുത്തെ സ്റ്റുഡൻസ് യൂണിയനിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആ വർഷം അവിടെ ഇലക്ഷനിൽ മത്സരിച്ചു. അവിടുത്തെ സ്റ്റുഡൻസ് യൂണിയൻ ക്യാബിനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു.
നേരത്തെ സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസിന്റെ ഒക്കെ ആ ഒരു ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ആ വിർച്വൽ ടൂറിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിക്കും ഇല്ലാത്ത രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് അലിഗഡിലെ സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസും മറ്റു അവിടുത്തെ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക സ്റ്റാഫുകളായിട്ട് തന്നെ 13ഓളം പേര് ആ യൂണിവേഴ്സിറ്റി ഓഫീസിൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസിൽ ഉണ്ടാവും. നമുക്ക് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ വിദ്യാർത്ഥി യൂണിയന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള. അപ്പോൾ പിന്നെ അത് ഈ ഒരു 20,000-ഓളം വോട്ടേഴ്സ് ആണ് ഉണ്ടാവുക. നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതീതിയായിരിക്കും ഉണ്ടാവുക. അതിന്റെ പ്രസംഗങ്ങളും അതിന്റെ പ്രചരണങ്ങളും മലയാളി വിദ്യാർത്ഥികൾ വളരെ ആസ്വദിച്ച ഒരു സന്ദർഭമായിരുന്നു അത്. സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒക്കെ വിസിറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ ഒരു പാറ്റേണിലാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പള്ളി കണ്ടു, ആ പള്ളിക്ക് പിന്നിൽ വില്ലിംഗ്ടൺ ക്രിക്കറ്റ് പവലിയൻ ആണ്. ഓക്സ്ഫോർഡിൽ ഇതേപോലെ തന്നെ ചർച്ച് ഉണ്ട്, ചർച്ചിന്റെ പിന്നിൽ വില്ലിംഗ്ടൺ പവലിയൻ ഉണ്ട്. ഇതുപോലെ പിന്നെ അതിന്റെ കെട്ടിടങ്ങൾ, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽസ് എല്ലാം ഈ ഒരു പാറ്റേണിൽ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. പിന്നെ നമുക്ക് അലിഗഡിന് കിട്ടുന്ന ഞാൻ പറഞ്ഞ ലൈഫ് ഡിഗ്രി എന്നുള്ളത് ആ ഒരു കോൺഫിഡൻസ് നാട്ടിലെ ഡിഗ്രിയും അലിഗഡിലെ അല്ലെങ്കിൽ പുറത്തുള്ള ഡിഗ്രിയും തമ്മിൽ നമ്മൾ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ സെന്ററിലെ നസീബ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് എക്സ്പോഷർ ആണ്, ഇന്റർനാഷണൽ എക്സ്പോഷർ. മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പഠിക്കാൻ ഉപരിപഠനത്തിന് പോകാനുള്ള അവസരം. പിന്നെ പഠിക്കുന്ന ആളുകൾക്ക് അവിടെ ഏറ്റവും ചെലവ് കുറഞ്ഞ വിദ്യാഭ്യാസമാണ് ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് നമുക്ക് ഹോസ്റ്റൽ അവിടെ ഫ്രീ ആണ്. നമുക്ക് കോഴ്സ് ഫീ ആയിട്ട് വർഷത്തിൽ 10,000 ആദ്യത്തെ വർഷത്തിൽ ചിലപ്പോൾ ഉണ്ടാവും. അതിനുശേഷം ഓരോ വർഷത്തിലും അതിന് നേർ പകുതിയായിട്ടുണ്ടാവും. പിന്നെ ഹോസ്റ്റൽ നമുക്ക് ഫ്രീ ആണ്, നമുക്ക് യാതൊരു ചാർജുകളും ഹോസ്റ്റലിൽ ഇല്ല. പിന്നെ അതിനുശേഷം ഭക്ഷണത്തിന് 1,200 മുതൽ 1,500 വരെയാണ് ഉണ്ടാവുക. അതിന് നമുക്ക് വ്യത്യസ്ത സ്കോളർഷിപ്പുകൾ ഉണ്ടാവുക. നമ്മുടെ മലയാളി അസോസിയേഷൻ തന്നെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് നൽകാറുണ്ട്. നമ്മുടെ മലയാളി അസോസിയേഷൻ ഓരോ മാസത്തെയും ഭക്ഷണത്തിന്റെ പണം അത് സ്കോളർഷിപ്പ് ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ അലിഗഡിന്റെ അലുമിനി അസോസിയേഷൻസ് ഏകദേശം എല്ലാ രാജ്യങ്ങളിലും അലുമിനി അസോസിയേഷൻസ് ഉണ്ട്. അവരൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു സ്കോളർഷിപ്പുകൾ നൽകാറുണ്ട്. പിന്നെ നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളതാണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഫറൂഖ് കോളേജ് അതല്ലെങ്കിൽ മറ്റ് പ്രസിദ്ധമായ കോളേജുകൾ അഡ്മിഷൻ കിട്ടാൻ വളരെ പ്രയാസമാണ്. എന്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും വലിയൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്കത് കിട്ടുമോ, ഇന്ത്യയിലെ മുഴുവനുള്ള കുട്ടികൾ അവിടെ ഉണ്ടാവില്ലേ എന്നുള്ളൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ എൻട്രൻസ് എഴുതി എല്ലാം വളരെ ക്ലിയർ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടി. അത് കിട്ടാൻ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ മാർക്ക് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മാർക്ക് അടിസ്ഥാനത്തിലല്ല. നമുക്ക് +2 വെറും 50% മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രിക്ക് 50-55% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അപ്ലിക്കേഷൻ അലിഗഡിൽ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കുകയും 90% മാർക്കുള്ള ആളുകളുമായിട്ടും എല്ലാവരുമായിട്ടും ഒരേപോലെ തന്നെ മത്സരിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയും അവിടെ അപേക്ഷ അഡ്മിഷൻ ലഭിക്കാൻ എളുപ്പമാവുകയും ചെയ്യും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. പിന്നെ നേരത്തെ തന്നെ അപ്ലിക്കേഷന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ മലപ്പുറം സെൻട്രൽ വിദ്യാലയം സൂചിപ്പിച്ചു. ജനുവരി-മാർച്ച് മാസത്തിനുള്ളിലൊക്കെ അപ്ലിക്കേഷൻ പ്രോസസ്സുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നോക്കി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇവിടെ +2 എക്സാമോ SSLC എക്സാമോ കഴിഞ്ഞ് ഒരു മെയ് മാസത്തിലോ അല്ലെങ്കിൽ ജൂൺ മാസത്തിലോ ഒക്കെ ആയിരിക്കും നമ്മുടെ എൻട്രൻസ് എക്സാമുകൾ ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് മുമ്പ് അലിഗഡിലേക്ക് വന്ന് എക്സാം എഴുതണമായിരുന്നു. പക്ഷെ ഇപ്പൊ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ കോഴിക്കോട് എക്സാം സെന്റർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് എൻട്രൻസ് എഴുതാൻ പറ്റും, കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. നമ്മുടെ മലയാളി അസോസിയേഷന്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ റമീസ് അതുപോലെ തന്നെ ഇവർ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് പരിപാടിയിൽ. അവർ അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറയും എന്നാണ് ഉള്ളത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു അസീം. ഹമീദ് സാർ ഔട്ടാണ്. ഹമീദ് സാർ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. യൂനുസ് സാർ ലൈനിലുണ്ടോ? ജെസ്സി ടീച്ചർ ലൈനിലുണ്ടോ? ജെസ്സി ടീച്ചർ ഹലോ. ഇനി സർ ഇനി റമീസ് ഇർഫാൻ ആണ് ഇതിലുള്ളത്. യൂനുസ് സാർ ലൈനിലുണ്ടോ? യൂനുസ് സാർ
ഇല്ല. ഓക്കെ, റമീസും മുനവറും ഇല്ലേ? റമീസ്? ഓക്കെ, തുടരാം. പിന്നെ ഇനി പറയാൻ പോകുന്ന അഡ്മിഷൻ പ്രൊസീജിയർ അല്ലേ? അതെ, അഡ്മിഷൻ. ഓക്കെ, അപ്പൊ കുറച്ച് സമയം 9:25 നമ്മുടെ സമയം അല്പം അധികമായി പോയിട്ട് കേട്ടോ. ക്ഷമിക്കണേ, നിങ്ങളെ ഗസ്റ്റുകളുടെ നിങ്ങൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ്, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കുട്ടികൾ ഇവിടെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നു. അവർക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ അഡ്മിഷൻ തന്നെയാണ് കേട്ടോ. കുട്ടികൾ ചോദ്യം ഇതിലൊക്കെ ശ്രദ്ധിച്ചു വിചാരിക്കുന്നു. ഒരു ചോദ്യം, അക്കാഡമിക് അച്ചീവ്മെന്റ് ബികോം കിട്ടുമോ അതോ എൻട്രൻസ് തന്നെ വേണോ എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് കുട്ടി കേട്ടോ. ബികോമിന് എൻട്രൻസ് ആണോ അതോ മെറിറ്റ് ഉണ്ടോ എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബികോമിന് എൻട്രൻസ് ആണ്. അലിഗഡിൽ മിക്കവാറും ഏകദേശം 100% കോഴ്സസിനും എൻട്രൻസ് ആണ് അഡ്മിഷൻ പ്രൊസീജിയർ ക്രൈറ്റീരിയ വരുന്നത്. ഓക്കെ, എൻ്റെ പേര് റമീസ് ഇർഫാൻ. ഞാൻ അലിഗഡിൽ പൊളിറ്റിക്കൽ സയൻസ് മെയിൻ ക്യാമ്പസിൽ UG പൊളിറ്റിക്കൽ സയൻസ് ആണ്. ലാസ്റ്റ് ഇയർ ആണ് ഇപ്പോൾ. 2018 ഞാൻ എൻട്രൻസ് എഴുതിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ക്യാമ്പസിലെ അനുഭവങ്ങളൊക്കെ ഏകദേശം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അഡ്മിഷൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങളിപ്പോൾ +2 സ്റ്റുഡൻസ് ആണല്ലോ ഓൾമോസ്റ്റ്. അപ്പോൾ അലിഗഡിൽ മെയിനായിട്ട് UG വരുന്നത് BA, BSc, BCom, BA ഫോറിൻ ലാംഗ്വേജസ്, BA LLB, BTech, BR, പിന്നെ MBBS ഉണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ കോഴ്സുകളും UG കോഴ്സുകളും അലിഗഡിൽ വരുന്നുണ്ട്. അപ്പോൾ അലിഗഡിൽ അഡ്മിഷൻ വരുന്നത് ക്രൈറ്റീരിയ എൻട്രൻസ് ആണ് ഓൾമോസ്റ്റ് കോഴ്സസിന്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അലിഗഡിൽ എൻട്രൻസിന് നാട്ടിൽ എക്സാം സെൻറ്റർ ഉണ്ട്. കാലിക്കറ്റ് ആണ് ഇപ്രാവശ്യം എക്സാം സെൻറ്റർ ഉണ്ട്. മലപ്പുറം ക്യാമ്പസിനെ കുറിച്ച് ചോദിക്കുന്നു. മലപ്പുറം ക്യാമ്പസിലുള്ള UG കോഴ്സ് ആകെ LLB മാത്രമേ ഉള്ളൂ. BA കോഴ്സുകൾക്ക് കോമൺ എൻട്രൻസ് ആണ്. BA ആർട്സ് പ്ലസ് സോഷ്യൽ സയൻസ്. ഏകദേശം 24 കോഴ്സ് ഉണ്ട്. ഏകദേശം എല്ലാ കോഴ്സുകളും നമ്മൾ കോമൺ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും BA ഹോണേഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. കോമൺ എൻട്രൻസ് ആണ്. എൻട്രൻസിൻ്റെ മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ. നിങ്ങളുടെ +2 മാർക്ക് അല്ലെങ്കിൽ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ മൊത്തത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ +2 മാർക്ക് ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു അപ്ലിക്കേഷൻ എൻട്രൻസിന് അപ്ലൈ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ മാത്രമാണ് നിങ്ങളുടെ +2 ലെവൽ മാർക്ക്. അതായത് 55% മാക്സിമം മാർക്ക് ചോദിക്കുന്നത്. 55% നിങ്ങൾ എന്തായാലും നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ +2 ലെവലിൽ നിങ്ങൾക്ക് മാർക്ക് എത്ര കുറവാണെങ്കിലും നാട്ടിൽ മിനിമം നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എബോവ് 90 ഒക്കെ ഉണ്ട് ഇപ്പോൾ നാട്ടിലെ കോളേജുകളിലുള്ള കട്ട് ഓഫ് ഒക്കെ വരുന്നത്. സോ 55% മാർക്കുള്ള ഒരാൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾ എൻട്രൻസിന് മര്യാദക്ക് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ കഴിയും. ഇപ്പോൾ അലിഗഡിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അലിഗഡ് BA, BSc, BCom ഒക്കെ പൊതുവെ സിമ്പിളാണ്. എൻട്രൻസ് സിമ്പിളാണ്. ജസ്റ്റ് സിലബസ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ സിലബസ് മര്യാദക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ എടുക്കാൻ പറ്റും. നമ്മുടെ കേരള സിലബസ് ഒക്കെ വെച്ചിട്ട് 10th +2 ലെവൽ നമ്മുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് എന്തായാലും അതാണ് അതിൻ്റെ ഏകദേശം എൻട്രൻസിൻ്റെ ബേസ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇംഗ്ലീഷ് ആണെങ്കിലും ആകെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ GK അതുപോലെ കറണ്ട് അഫയേഴ്സ് പോലത്തെ കാര്യങ്ങളാണ്. ഞാൻ BA കേസാണ് ഞാൻ പറഞ്ഞത്. പിന്നെ BCom, BSc ഇതിനൊക്കെ കോമൺ എൻട്രൻസ് തന്നെയാണ്. BComനാണെങ്കിൽ BCom അതിലുണ്ട്. പിന്നെ BScക്ക് ഫിസിക്കൽ സയൻസും അതുപോലെ ലൈഫ് സയൻസും ഈ കോഴ്സുകൾക്ക് കോമൺ എൻട്രൻസ് ആണ്. പക്ഷേ നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ മാത്സ്, ബയോളജി ഇങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും. അതുപോലെ BTech, BRക്ക് BA LLBനെ കുറിച്ച് പറയുമ്പോൾ BA LLB 3 ക്യാമ്പസിൽ LLB ഉണ്ട്. നാട്ടിലെ മലപ്പുറം ക്യാമ്പസിലുണ്ട്, അലിഗഡ് ക്യാമ്പസിലുണ്ട്, അതുപോലെ ബീഹാറിലെ കിഷൻഗഞ്ചിലുണ്ട് LLB. സോ ഈ 3 സെൻറ്ററിൽ കൂടിയും കോമൺ എൻട്രൻസ് ആയിരിക്കും 3 സെൻറ്റേഴ്സിനും കൂടി. ഏകദേശം 150 സീറ്റോളം LLBക്ക് ഉണ്ട്. BA ഹോണേഴ്സ് ബയോകെമിസ്ട്രി അവൈലബിൾ ആണ്, എൻട്രൻസ് ആണ്. BSc കോമൺ എൻട്രൻസ് ആണ്, BSc ഹോണേഴ്സ് ബയോകെമിസ്ട്രിക്ക്. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സ് ഒന്ന് ചോദിക്കും കമന്റ് ബോക്സിൽ. അവിടെ ഇൻബോക്സിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഡൗട്ട്സ്? റമീസ് ഭായ്, നമ്മുടെ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട് ഡൗട്ട്സ് വരുന്നുണ്ട്. അതിന്റെ ഇടക്ക് റമീസ് ഭായ് ഒരു രസകരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അവിടെ റാഗിങ് ഉണ്ടോ?
ഇല്ല റാഗിങ് ഇല്ല. റാഗിങ് ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ റെസ്ട്രിക്റ്റഡ് ആണ്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഡിഗ്രി ആണല്ലോ അവിടെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ, നിങ്ങൾക്ക് നാട്ടിൽ നമ്മൾ PhD ചെയ്യുന്ന ഒരാളെ എന്താ വെച്ചാൽ, നാട്ടിൽ PhD ചെയ്യുന്ന ഒരാളെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ട് കാണുക. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് വസീൽ ഭായ് ഇപ്പോൾ സംസാരിച്ചു, ഇവരവിടെ PhD ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെയിം ഹോസ്റ്റലിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരാളെ പോലെയാണ് നമ്മൾ PhD-ക്കാർ മുതൽ UG-ക്കാർ വരെ. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവമാണ്. നാട്ടിലൊരിക്കലും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടൂല. അപ്പോൾ റാഗിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും റാഗിങ് അങ്ങനത്തെ സംഭവം ആലോചിക്കാൻ എങ്ങനെ ഇല്ല അത് നിങ്ങൾ ഇൻട്രോ 2012 നമ്മുടെ മലയാളി വൈസ് ചാൻസലർ PK അബ്ദുൽ അസീസ് സാറിന്റെ സമയത്താണ് സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ വരുന്നത് റാഗിങ്ങിനെതിരെ. അതിനുശേഷം അതെല്ലാം നിർത്തി. വസീൽ ഭായ് എന്റെ നാട്ടുകാരനാണ് കേട്ടോ. BA കോമൺ എൻട്രൻസ് ആണ്. BA എല്ലാ കോഴ്സുകൾക്കും കൂടി കോമൺ എൻട്രൻസ് ആണ്. നിങ്ങളുടെ എൻട്രൻസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കായിരിക്കും അഡ്മിഷൻ ക്രൈറ്റീരിയ. കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യാം. പിന്നെ റാങ്ക് കുറയുന്നതിനനുസരിച്ച് ഓരോ കോഴ്സിന്റെയും സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ച് കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ ഇംഗ്ലീഷിനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്റർനാഷണൽ റിലേഷൻസ് ഇല്ല. BA-ക്ക് പൊളിറ്റിക്കൽ സയൻസ് ആണുള്ളത്. MA-ക്കാണ് ഇന്റർനാഷണൽ റിലേഷൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉള്ളത്. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണോ? അങ്ങനെ വേണേ അവസരം കൊടുക്കാം. കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അൺമ്യൂട്ട് ചെയ്ത് ആരെങ്കിലും ചോദിച്ചോട്ടെ. ഡൗട്ട് ചോദിക്കാനുള്ളവരോട് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. സാർ ഒന്ന് അവരെ അൺമ്യൂട്ട് ചെയ്യില്ലേ? ഒന്ന് കൈ പൊക്കിയാൽ മതി കേട്ടോ. ഡൗട്ട് ചോദിക്കാനുള്ളവര്, അല്ലെങ്കിൽ നേരെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോളൂ. റമീസ് ഭായ്, ഒരു സംശയം വന്നിരിക്കുന്നത് ബികോം എൻട്രൻസ് സിലബസ് എങ്ങനെയാണോ? ബികോം പഠിക്കുന്ന മുനവ്വർ ഉണ്ട്, മുനവ്വർ സംസാരിക്കും. ഓക്കെ, മുനവ്വർ ഭായ് പറഞ്ഞോളൂ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. വീഡിയോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോ കുഴപ്പമില്ലല്ലോ? പിന്നെ എന്റെ പേര് മുനവ്വർ. ഞാൻ 2017 AMU അഡ്മിഷൻ എടുത്തത്. ഇപ്പോ ഈ വർഷം ഞാൻ അവിടെ ബികോം കഴിഞ്ഞു. പിന്നെ പലരും ബികോമിനെ കുറിച്ച് ചാറ്റ് ബോക്സിൽ ഞാൻ ചോദിക്കുന്നുണ്ട്, ബികോം ഏതൊക്കെയാണുള്ളത്, എത്ര സീറ്റ് ഉണ്ടെന്നൊക്കെ. ബികോമിന് മൊത്തത്തിൽ അവിടെ AMU 180 സീറ്റാണ് ബോയ്സിനുള്ളത്, പിന്നെ 90 സീറ്റ് ഗേൾസിനും. അങ്ങനെയാണ്. പിന്നെ AMUന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അറിയാലോ, ബോയ്സും ഗേൾസും ഡിഗ്രിക്ക് ഏകദേശം സെപ്പറേറ്റഡ് ആണ്. ബോയ്സ് വേറെയും ഗേൾസ് വേറെ ഡിപ്പാർട്ട്മെന്റിലാവും. അപ്പോൾ അങ്ങനെ ഒരു ഇതൊരു AMUന് പ്രത്യേകമായിട്ടുണ്ട്. പിന്നെ എൻട്രൻസിന്റെ സിലബസ് പലരും ചോദിക്കുന്നുണ്ട്. എൻട്രൻസിന് കാര്യമായിട്ടുള്ളത് നിങ്ങൾ +2 പഠിക്കുന്ന സിലബസ് തന്നെയാണ്. അതായത് എക്കണോമിക്സും അക്കൗണ്ടൻസിയും ബിസിനസ്സും മാത്സും, പിന്നെ കുറച്ചൊരു 10-15 മാർക്കിന് മാത്രം ജനറൽ അവയർനെസ്സും റീസണിങ്ങും ചോദിക്കും. കൂടുതലും സബ്ജക്ട് റിലേറ്റഡ് തന്നെയാണ് എൻട്രൻസിന് ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ AMU ബികോമിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, നാട്ടിലൊക്കെ ആർക്കും, അതായത് സയൻസ് പഠിച്ചവർക്കും കൊമേഴ്സ് പഠിച്ചവർക്കും ബികോം എടുക്കാം. പക്ഷെ AMU കൊമേഴ്സ് പഠിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബികോമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അക്കൗണ്ടൻസി മസ്റ്റ് ആണ് അവിടെ ബികോം എടുക്കണമെന്നുണ്ടെങ്കിൽ. നാട്ടിലിപ്പോ നമ്മുടെ നാട്ടിലെ കോളേജുകളിലൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായാലും ഫറൂഖ് കോളേജിലായാലും എവിടെ ആയാലും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സയൻസ് പഠിച്ചവർക്കും ബികോം എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അവിടെ അത് പറ്റൂല, കാരണം അക്കൗണ്ടൻസി നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് പഠിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബികോം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മാത്സ് ആണ് കൂടുതൽ അവിടെ ഉള്ളത്. മാത്സ് കൊമേഴ്സ് ആണ്, അതായത് മാത്സ് കൊമേഴ്സ് എന്നല്ല, ഒരു ബികോം ഹോണേഴ്സ് ആണ്. അപ്പോൾ മാത്സും വരുന്നുണ്ട്, കോർപ്പറേഷനും വരുന്നുണ്ട്, കമ്പ്യൂട്ടർ എല്ലാം വരുന്നൊരു ബികോം ആണ് അവിടെ ഉള്ളത്. അത്യാവശ്യം പേപ്പേഴ്സ് ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഡിഗ്രി തന്നെയാണ് ബികോം ഹോണേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മാത്സ് നിർബന്ധമുണ്ടോ? ബികോമിന് മാത്സ് നിർബന്ധമുണ്ടോ അവിടെ? മാത്സ് നിർബന്ധമില്ല, അവിടെ മാത്സ് വരുന്നുണ്ട്. ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും മാത്സ് പേപ്പറായിട്ട് എല്ലാവർക്കും കമ്പൽസറി ആണ്, അത് ഉണ്ടാവും. അപ്പോൾ +2 മാത്സ് പഠിച്ചവർക്കാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് അവിടുന്ന് പഠിക്കാം, വേറെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതിനനുസരിച്ച് പറയാതെ നല്ലത്. MBBS-ഉം BDS-നെയും കുറിച്ച് അതിന്റെ എൻട്രൻസ് എങ്ങനെയായിരിക്കും കുട്ടി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക?
MBBS ഉം BDS ഉം നീറ്റ് വഴിയാണ്. ആദ്യം AMU എൻട്രൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കംപ്ലീറ്റ്ലി നീറ്റ് ആണ്. നീറ്റ് വഴി, നീറ്റിന്റെ മെറിറ്റ് ആണ് AMU MBBS. AMUന്റെ മെഡിക്കൽ കോളേജ് JNMC ആണ്. ഓക്കെ, നമ്മള് +2 മാർക്കിന് ബേസ് +2 മാർക്ക് ലഭിക്കുന്നതിന് മുമ്പേ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ എൻട്രൻസ് മാർക്ക് ബേസ്ഡ് ആണ് അഡ്മിഷൻ എന്നും പറഞ്ഞു. അപ്പൊ +2 മാർക്ക് ആവശ്യം വരുന്നില്ല എന്നാണ് ചോദ്യം. രണ്ടും കൂടെ എടുക്കുന്നില്ലല്ലോ, ഏതെങ്കിലും ഒന്നല്ലേ എടുക്കുന്നുള്ളൂ? അഡ്മിഷനിലെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2-ന് 50% ആണ്. എന്നാൽ നമ്മൾ അഡ്മിഷൻ ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എൻട്രൻസ് സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നമ്മളുടെ +2 സർട്ടിഫിക്കറ്റ് നമ്മൾ ഓഗസ്റ്റിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാവും. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല. വന്നിരിക്കുന്ന വേറെ ക്വസ്റ്റ്യന് ഇതിന് പ്രത്യേകിച്ച് കോച്ചിങ്ങിന്റെ ആവശ്യം ഉണ്ടോന്നില്ല? ഇല്ല, കോച്ചിങ്ങിന്റെ ആവശ്യമൊന്നും പ്രത്യേകിച്ചില്ല. അതായത് നമ്മൾ +1 +2 കാലഘട്ടത്തിൽ പഠിക്കുന്ന അതേ സാധനം തന്നെയാണ് എൻട്രൻസ് എക്സാമിനും കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ +2 എക്സാമിന് പഠിക്കുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസിന്റെ സിലബസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. AMUയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്, ഞാൻ അതിൽ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. AMUcontrolexams.com AMU.ac.in. അതില് സിലബസ് അതേപോലെ തന്നെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ അതിലുണ്ടാവും. എക്സാം എൻട്രൻസ് സിലബസ് എല്ലാം അതിലുണ്ട്. BSc ബയോകെമിസ്ട്രിയുടെ എൻട്രൻസ് അത് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടോ അതോ കെമിസ്ട്രിയുടെ എൻട്രൻസ് തന്നെയാണോ? അത് കോമൺ എൻട്രൻസ് ആയിരിക്കും. കോമൺ എൻട്രൻസ് ആയിരിക്കും. BSc എല്ലാം ഒറ്റ എൻട്രൻസ് ആയിരിക്കും. ഒറ്റ എൻട്രൻസ്. MBA നെ പറ്റി പറയാൻ ചോദിക്കുന്നുണ്ട്. BSc ബോട്ടണി മാത്സ് ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അതെന്തല്ല കോഴ്സ് രണ്ടും ബോട്ടണി മാത്സ് ഉണ്ട്. MBA ഡിഗ്രി കഴിഞ്ഞവര് നമ്മളെ ഇതിലുണ്ടോ? ഡിഗ്രി കഴിഞ്ഞവരില്ല, പക്ഷെ അവര് അറിയാനായിരിക്കും. MBAക്ക് 60 സീറ്റുകളാണ് ഉള്ളത്. പിന്നെ MBA മെയിൻ അതില് മലപ്പുറം ക്യാമ്പസിലും 60 സീറ്റ് ഉണ്ട്, മുർഷിദാബാദ് സെന്ററിലും 60 സീറ്റ് ഉണ്ട്, അലിഗഡിലും 60 സെന്റർ ഉണ്ട്. പിന്നെ അലിഗഡ് മെയിൻ ക്യാമ്പസിൽ MBA IB ഇന്റർനാഷണൽ ബിസിനസ്സിൽ 20 സീറ്റുകൾ ഉണ്ട്. പിന്നെ അവിടെ തന്നെ അതെ പിന്നെ 50% മാർക്കാണ് വേണ്ടത്. റിട്ടൺ ടെസ്റ്റും ഗ്രൂപ്പ് ഡിസ്കഷനും പിന്നെ ഇന്റർവ്യൂ ഇത് കഴിഞ്ഞാലാണ് MBAക്ക് അഡ്മിഷൻ കിട്ടുക. അലിഗറിന് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് ആണുള്ളത്. ഒരാൾക്ക് മൾട്ടിപ്പിൾ എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റുമോ? ഒന്നിലധികം എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. ഡേറ്റ്സ് ക്ലാഷ് വരുന്നില്ലെങ്കിൽ BSc സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടോ? BSc സൈക്കോളജി ഇല്ല, BA സൈക്കോളജി ആണുള്ളത്. ഏകദേശം BSc സൈക്കോളജി തന്നെയാണ് വരുന്നത്. അലിഗഡിലെ ജിയോളജിയും സൈക്കോളജിയും ഒക്കെ ആർട്സ് ഫാക്കൽറ്റിന്റെ കീഴിലാണ് വരുന്നത്. സയൻസ് അല്ല. +2 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. അത്തരം കുട്ടിക്ക് BCom പഠിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും, പഠിക്കാൻ പറ്റും. BSc zoology അതുപോലെ ആ കോഴ്സുകളൊക്കെ അവിടെ ഉണ്ട്. പൊളിറ്റിക്കൽ സയൻസിന്റെ എൻട്രൻസ് എക്സാമിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട്. BA ഹോണേഴ്സ് എൻട്രൻസ് ആണ്, BA ഹോണേഴ്സിനാണ്. പൊളിറ്റിക്കൽ സയൻസ് അലിഗഡിലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള കോഴ്സുകളിൽ ഒന്നാണ്. എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ. മലപ്പുറത്തില്ല. അല്ല, മലപ്പുറം ജില്ലയിൽ തന്നെ പൊളിറ്റിക്കൽ സയൻസിന് സീറ്റ് കുറവാണല്ലോ. അവിടെ 100 സീറ്റ് പൊളിറ്റിക്കൽ സയൻസിനുണ്ട് ഡിഗ്രിയിൽ. LLBയുടെ എൻട്രൻസ് സെപ്പറേറ്റ് എൻട്രൻസ് അല്ലേ? അതെ, സെപ്പറേറ്റ് എൻട്രൻസ്. സുവോളജി ഒക്കെ സെപ്പറേറ്റ് എൻട്രൻസ്. +2 സയൻസ് പഠിച്ച് ഹ്യൂമാനിറ്റീസ് ഡിഗ്രി എടുക്കുന്നതിനെ കുറിച്ച് പറയാമോ? അത് ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെ സ്കൂളും കൂടെ ഒന്ന് പറഞ്ഞോളൂ. ഒരാൾ മഞ്ചേരി ബോയ്സും അല്ലേ? ഞാന് മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു +1 +2 പഠിച്ചിരുന്നത്. ചെറുകുളമ്പ സ്കൂളിലും. നമ്മൾ സമീപപ്രദേശത്തുള്ള സ്കൂളിൽ പഠിച്ചവരാണല്ലേ? സാറേ, BMMC എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടോ? BMMC ആ കോഴ്സ് ഏതാണ്? എനിക്ക് ഐഡിയ ഇല്ല. BMMC ഇല്ല, കോഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളൂ. ആരാണ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. അത് മൾട്ടിമീഡിയ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, മൾട്ടിമീഡിയ PG അല്ലേ ഉള്ളത്?
അതെ. ഓക്കെ. ഈ കോമൺ എൻട്രൻസ് സിലബസിൽ മാത്സ് ഉണ്ടാവോ? ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് ബുദ്ധിമുട്ടാവോ? ഇല്ല, ബേസിക് ആയിട്ടുള്ള മാത്സേ ഉള്ളൂ. വെരി ബേസിക്. പിന്നെ നിങ്ങൾ BA എൻട്രൻസ് ശ്രദ്ധിക്കാനുള്ളത് അലിഗഡ് മൂവ്മെന്റ്, അതുപോലെ ഇൻഡോ ഇസ്ലാമിക് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് 25 മാർക്കിന് ഒരു പോർഷൻ വരുന്നുണ്ട്. അലിഗഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അലിഗഡിന്റെ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. കൾച്ചർ എന്ന് പറഞ്ഞാൽ മിഡീവൽ ഹിസ്റ്ററി, ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കുക. അമീർ സർ 9:40 നമുക്ക് മക്കളോട് കുട്ടികളോട് അവർക്ക് അവരുടെ സംശയങ്ങൾ തീർന്നില്ല നമുക്കറിയാം. നമ്മള് പിന്നെ നസീബ മാഡത്തെ ശരിക്കും 5 മിനിറ്റ് അവർക്ക് കൂടുതൽ ഇന്ററാക്ഷന് വേണ്ടി ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ സമയപരിമിതിയാണ് ഒരു പ്രശ്നമുള്ളത്. നമ്പർ വേണമെങ്കിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവര്. തീർച്ചയായിട്ടും നമ്മൾ ഗ്രൂപ്പിൽ ഒന്ന് നമ്പർ ഇട്ടാൽ ആവശ്യക്കാർക്ക് വിളിക്കാവുന്ന രൂപത്തിൽ കേട്ടോ. ഓക്കെ. നമ്മുടെ ഈ രണ്ട് റമീസ് ഭായ് അതുപോലെ മുനവർ ഭായ് രണ്ടുപേരും അഡ്മിഷനായിട്ട് വളരെയധികം അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. മലയാളി സ്റ്റുഡൻസിനെ നന്നായിട്ട് സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ നമുക്ക് അടുത്തൊരു സാഹചര്യം വരുമ്പോൾ അവരെ ബന്ധപ്പെടാം അല്ലെ? ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ബന്ധപ്പെടാമല്ലോ. ഇനി ഒരു കാര്യം കൂടി റമീസ് സാർ, ഇന്നത്തെ കുട്ടികളെ ഇതിന്റെ ചെറിയ ഒരു വിവരണം എഴുതി നമുക്ക് അയച്ചു തരികയും അവരെ സ്കൂൾ ഗ്രൂപ്പിലേക്ക് അയക്കുകയും ചെയ്യണം. ഞാൻ അറിഞ്ഞ AMU മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. വെർച്വൽ ടൂർ ഞാൻ അറിഞ്ഞ AMU എന്ന തലക്കെട്ടില് നിങ്ങൾ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് നമുക്ക് അയച്ചു തരണം. നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. അതോടൊപ്പം ഗ്രൂപ്പ് നമ്മൾ നാളെ പിന്നെ അഡ്മിൻ ഓൺലി എന്നുള്ളത് മാറ്റി പബ്ലിക്കാക്കി മാറ്റും. ആ സമയത്ത് നാളെ ഞാൻ അറിയാം ചെറിയൊരു പാരഗ്രാഫ് മതി. ഒരു 1 പേജ് പാരഗ്രാഫ് 1 പേജ് എത്താണ് ഞാൻ കുഴപ്പമില്ല എഴുതിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ സ്കൂളിലേക്കും പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ആയിക്കോട്ടെ അമീർ സാറ്? ആയിക്കോട്ടെ. സാറേ ഇബ്രാഹിം സാറേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. സാറ് ഒരു വോട്ട് ഓഫ് താങ്ക്സ് സാർ പറഞ്ഞോളൂ. മജീദ് സാർ ഉണ്ടോ? ഗ്രൂപ്പിലുണ്ടാവും. എന്തായാലും മസിൽ ഭായ്, റമീസ് ഭായ്, അതുപോലെ തന്നെ മുനവർ ഭായ് വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ അതിന്റെ ഇടയ്ക്ക് കുറച്ചേരം പുറത്തായിരുന്നു, ഔട്ടായിരുന്നു, നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം. അതില് ഓക്കെ, അതുകൊണ്ട് എനിക്ക് മസിൽ ഭായിനൊക്കെ കറക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? മസിൽ ഭായ് അവിടുത്തെ യൂണിയൻ അംഗം കൂടെ ആയിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുന്നത്. മജീദ് സാറിന് വിളിച്ചോളൂ. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. മജീദ് സാറിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവോ സാറേ? സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. മജീദ് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. വളരെ വിശദമായിട്ട് നന്ദി പറയേണ്ട ഒരു കടമയുണ്ട്, പക്ഷെ സമയം അനുവദിക്കുന്നില്ല. ഏകദേശം നമ്മുടെ ഒരു 3000 കിലോമീറ്റർ അപ്പുറത്തേക്ക് 1500 ഏക്കർ ക്യാമ്പസ് അരമണിക്കൂറിന്റെ ഉള്ളില് നമ്മളെ കുട്ടികളെയൊക്കെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാണിച്ച നമ്മുടെ ഇന്നത്തെ സ്റ്റാർ നമ്മുടെ ഹമീദ് സാറാണ്. ഹമീദ് സാർ ഇന്ന് വലിയൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. ഞാൻ ഔപചാരികത രീതിയിലല്ല നന്ദി പറയുന്നത്, ഒരു ഫ്ലോ ആയിട്ട് പറയണം. ഞാൻ കണ്ടിരുന്നു മെസ്സേജുകൾ വന്ന്, കുട്ടികൾ ഓസം, വെരി ഗുഡ്, എന്തായിരുന്നു മെസ്സേജുകൾ. ശരിക്കും ഞാൻ ഇതുവരെ അലിഗഡ് കണ്ടില്ല കേട്ടോ. ഇന്നിപ്പോ അത് കണ്ടപ്പോ പെരിന്തൽമണ്ണെങ്കിലും ഒന്ന് പോയി കാണുന്നുള്ള ആഗ്രഹം വന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും പെരിന്തൽമണ്ണ ക്യാമ്പസ് പോയി കാണും, അവിടെ എത്തിയില്ലെങ്കിലും, UP-യിൽ എത്തിയില്ലെങ്കിലും. അതുപോലെ തന്നെ തുടക്കം തന്നെ നമുക്കറിയാം ജെസ്സി ടീച്ചറുടെ ഒരു ഇൻട്രഡക്ഷൻ. ഇപ്പൊ ലാസ്റ്റ് കുട്ടികൾക്ക് ഒന്ന് ഡൗട്ടൊക്കെ ശരിക്കും അപ്പൊ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കിട്ടിയില്ല, അവർ നോട്ട് ചെയ്തിട്ടില്ല. ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ കുട്ടികൾ നോട്ട് ചെയ്യണം. ജെസ്സി ടീച്ചർ അതിന്റെ എല്ലാ ഫാക്കൽറ്റീസും കോഴ്സുകളും കാര്യങ്ങളും വളരെ കുറഞ്ഞ സമയത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ക്രീൻ ഷെയറിലൂടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി എടുത്തു പറയേണ്ടത് നമ്മുടെ ഗസ്റ്റുകൾ. തീർച്ചയായിട്ടും നമ്മുടെ നസീബ ജഹാന്റെ ഒക്കെ സംസാരത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ വളരെയധികം മോട്ടിവേറ്റഡ് ആയി. ഇപ്പൊ തന്നെ അവരെ ഹലോ ക്ലിയർ ആണ് മജീദ് സർ? ക്ലിയർ ആണ്. ഓക്കെ, യു കാൻ പ്രൊസീഡ്. ഓക്കെ. അപ്പൊ നസീബ ജഹാന്റെ ആ സംസാരവും പിന്നെ എക്സ്പീരിയൻസ് പറഞ്ഞോടുകൂടി ഇപ്പൊ കുട്ടികൾ എല്ലാവരും നമ്പറും ചോദിക്കുകയാണ്. ഇപ്പൊ തന്നെ അലിഗഡ് പോയി ചേരേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. നസീബ ജഹാൻ ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റുഡന്റ് യൂണിയനിലെ അംഗമായിട്ടുള്ള നമ്മുടെ വസീൽ
അദ്ദേഹത്തിന്റെ ആ ഒരു വിവരണവും അതുപോലെ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കുട്ടികളുടെ ഡൗട്ട് ലൈവായിട്ട് ഇവിടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർത്ത നമ്മുടെ റമീസ്, അതുപോലെ തന്നെ മുനവ്വർ, ഇവരോടൊക്കെയുള്ള കടപ്പാട് അധ്യാപകർ എന്നുള്ള രീതിയിൽ, കാരണം ഞങ്ങൾ പറയുന്നേക്കാൾ ഉപരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ പറഞ്ഞപ്പോൾ അത് കുട്ടികളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പാർക്ക് ഉണ്ട്. ആ സ്പാർക്ക് നിങ്ങൾ ഞങ്ങളെ കൂടെ തുടരണം. മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ തന്നെ നമ്പർ വാങ്ങി ഇവിടുന്ന് ഒഴിഞ്ഞു പോകണ്ട, ഈ ഗ്രൂപ്പിൽ തുടരുക. നിങ്ങളെ തീർച്ചയായിട്ടും നമ്മുടെ ഇബ്രാഹിം മനാട്ടിന്റെ ഒക്കെ ആദ്യമേ പറഞ്ഞിട്ട് 100 കുട്ടികളെങ്കിലും ഈ വർഷം നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കണം. അതില് തുടക്കമാണ് കുറിച്ചിട്ടുള്ളത്. ഒരു ക്യാമ്പസിലേ നമ്മൾ ടൂർ പോയിട്ടുള്ളൂ, ഇനിയും ടൂറുകളുണ്ട്. അമിത് സാർ അതിന്റെ പണിപ്പുരയിലാണ്. ഒരിക്കൽ കൂടി നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിന്റെ കീഴിലാണ്. അതിന്റെ ജില്ലാ കോർഡിനേറ്റർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അനിൽകുമാർ സാറും. അതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമും ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട യൂനിസ് സാറാണ്. യൂനിസ് സാർ, അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഇന്നുണ്ടായ എല്ലാ അധ്യാപകർക്കും കരിയർ ഗൈഡുമാർക്കും പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, വളരെ ചുരുങ്ങിയ സമയമാണ്, അതുകൊണ്ടാണ് ഇത്ര ചുരുക്കി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇബ്രാഹിം സാർ ഒന്നായി ഇനി മക്കൾക്ക് അമിത് മാഷേ, ഹമീസ് ഓക്കെ. മജീദ് സർ കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? മജീദ് സർ കേൾക്കാവോ? ഹലോ മജീദ് സർ കേൾക്കാവോ? ഒന്ന് കൺക്ലൂഡ് ചെയ്തോളി. ഓക്കെ, ലൈ
ഹലോ, നമ്മളെ മീറ്റിംഗ് അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ലീവ് ചെയ്യാതെ. മീറ്റിംഗ് അവസാനിച്ചിട്ടുണ്ട്.